Good evening everyone. Good evening. നമ്മുടെ XPL മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കെമിസ്ട്രിയിലുള്ള മൊഡ്യൂൾ 1 ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അടുത്ത ദിവസങ്ങളിൽ, നാളെ അല്ലെങ്കിൽ അടുത്ത കമ്മിങ് കെമിസ്ട്രി ചാപ്റ്റർ നമുക്ക് റിഡോക്സ് ആണ്. സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആൻഡ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യാനുള്ളത്. എന്തായാലും ബേസിക് കോൺസെപ്റ്റ്സ് വളരെ ബേസിക് ആയിരിക്കുന്ന ചാപ്റ്റർ തന്നെയാണ്. നമുക്കിതിൽ ഏറ്റവും ആദ്യമായിട്ട് എന്താണ് മാറ്റർ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയാസ് ഒക്കെ നിർബന്ധമാണ്. മാറ്റർ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. സോ ഒരു മാറ്ററിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എലിമെന്ററി ഐഡിയയിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് വെരി സിമ്പിൾ കോൺസെപ്റ്റ്. നമ്മൾ മാറ്റർ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കും. ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ കയ്യിൽ മണ്ണും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പെറുക്കിയെടുത്ത് മേ ബി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ളവരെ ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നു. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയാൽ അവരെയാണ് മിക്സ്ചേഴ്സ്. ഒന്നിലധികം ആൾക്കാരുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്നിലധികം ആൾക്കാരുള്ളത് കൊണ്ടാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ അങ്ങനെയുള്ളവരെയാണ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതല്ല, ഞാൻ വെള്ളം എടുത്തു, അതിന് വെള്ളത്തിൽ നിന്ന് വേറെ ആരെയും സെപ്പറേറ്റ് ചെയ്യാനില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് പ്യുവർ സബ്സ്റ്റൻസസ്. അപ്പൊ ഇവിടെ നോക്കിയേ, മിക്സ്ചേഴ്സിൽ ഒന്നിലധികം ആൾക്കാർ മിക്സ് ചെയ്തിരിക്കുന്നു. പ്യുവർ സബ്സ്റ്റൻസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അവിടെ ഒരു സബ്സ്റ്റൻസ് മാത്രമേ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി എൻ്റെ കയ്യിലുള്ള മിക്സ്ചേഴ്സ് തന്നെ രണ്ട് തരത്തിൽ വീണ്ടും പറയാം. എങ്ങനെ? എൻ്റെ കയ്യിലുള്ള മിക്സ്ചേഴ്സിൽ ഒരു ടൈപ്പ് ആള് മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ഹോമോജീനിയസ് എന്ന് പറയാം. ഒരു ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കണേ, മിക്സ്ചേഴ്സിൽ എന്തായാലും ഒന്നിലധികം ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ വെള്ളം എടുത്തു, ഈ വെള്ളത്തിൽ ഞാൻ ഉപ്പ് ചേർത്തു, ഉപ്പ് ചേർത്തിട്ട് നന്നായി കലക്കിയാൽ now you have a mixture because the mixture contains salt as well as water. Salt എന്ന് പറയുന്നത് ഒരു പദാർത്ഥമാണ്, ഒരു മാറ്റർ ആണ്, ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് മറ്റൊരാളാണ്. അങ്ങനെ രണ്ടുപേരെ മിക്സ് ചെയ്തു, പക്ഷെ സിസ്റ്റം ഈസ് ഹോമോജീനിയസ്, വിച്ച് മീൻസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എല്ലാം ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ആ മിക്സ്ചേഴ്സിനെ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയാം. നമ്മുടെ സൊല്യൂഷൻസ് എല്ലാം ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. ഉപ്പ് വെള്ളം, പഞ്ചസാര വെള്ളം, വാട്ടർ ആൻഡ് ആൽക്കഹോൾ, അലോയ്സ്, ഇങ്ങനെ ഹോമോജീനിയസ് ആയിട്ട് മിക്സ് ചെയ്യുന്നവരാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് എന്താ, അടുത്തയാള് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ട് യൂണിഫോം ആയിട്ട് ഇല്ല എങ്കിൽ നമ്മൾ അതിനെ എന്താ പറയാ? യൂണിഫോം ആയിട്ട് ഇല്ല എങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്നാണ്. ഇപ്പൊ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് നമുക്കറിയാം, വെള്ളവും ഓയിലും മിക്സ് ചെയ്യുമ്പോൾ അത് മിക്സ്ഡ് ആവുന്നില്ല അല്ലേ, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് അതിനെ ഹെറ്റിറോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ഡിഫറെന്റ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഹെറ്റിറോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് നമുക്ക് പറയാം. മിൽക്ക് ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. ഇപ്പൊ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. അതല്ലാതെ മിക്സ് ചെയ്യാത്ത, പ്രോപ്പർ മിക്സിങ് ചെയ്യാത്ത, യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ പറയുന്നത് എന്താണ്? ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് എന്നാണ്. അപ്പൊ മിക്സ്ചേഴ്സ് രണ്ട് ടൈപ്പ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ടത് എന്താ, നമ്മുടെ കയ്യിൽ പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ട്. പ്യുവർ സബ്സ്റ്റൻസ് മിക്സ് ചെയ്യാത്ത ഏതെങ്കിലും ഒരാൾ മാത്രം ഉള്ളതിനെയാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പറയാ. സോ ഈ പ്യുവർ സബ്സ്റ്റൻസിനെ കെമിക്കലി ഡീകമ്പോസ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ അവരെ കോമ്പൗണ്ടുകൾ എന്നും ഇല്ലെങ്കിൽ എലിമെന്റ്സ് എന്നും പറയും. സി ഫോർ എക്സാമ്പിൾ, ഓക്സിജൻ എന്ന് പറയുന്നതിൽ ഓക്സിജൻ ആറ്റം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതൊരു എലിമെന്റ് ആണ്. ഒരേ ടൈപ്പ് ആറ്റംസ് മാത്രം ഉള്ളതിനെയാണ് നമ്മൾ എലിമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? ഒരേ ടൈപ്പ് എലിമെന്റ്സ് ഉള്ളതിനെ മാത്രമാണ് നമ്മൾ എലിമെന്റ് എന്ന് പറയുക. ഒന്നിലധികം വ്യത്യസ്തമായിരിക്കുന്ന ആറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ കോമ്പൗണ്ട്സ് എന്ന് പറയാ. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ പ്രിലിമിനറി. അതുകൊണ്ട് തന്നെ ഞാൻ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വാട്ടറിൽ എത്ര ടൈപ്പ് ആൾക്കാരാണ് ഉള്ളത്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. വാട്ടറിൽ ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ വരുന്ന ഡിഫറെന്റ് ആറ്റംസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ കോമ്പൗണ്ട് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അല്ലാത്തതിനെ നമ്മൾ എലിമെന്റ് ആയിട്ട് പറയണം. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കുക. ഓക്കെ, അത് ഇവിടുന്ന് നോക്കാട്ടോ. ക്യൂട്ടി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. വിൽ ചെക്ക് ഇറ്റ് ഹിയർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ആള്, എൻ എലിമെന്റ് ഓഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റംസ്. എലിമെന്റിൽ ഒരേ ടൈപ്പ് ആറ്റംസ് മാത്രമേ ഉള്ളൂ. അത് ശരിയാണോ? ഓഫ് കോഴ്സ് അത് ശരിയാണ്. എലിമെന്റിൽ ഒരേ ടൈപ്പ് ആറ്റംസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ.
കോമ്പൗണ്ട് എന്ന് പറയുന്നത് can be decomposed to its components. ഇപ്പൊ ഞാൻ HI എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുത്താൽ നമുക്കതിനെ ഹൈഡ്രജനും അയഡിനുമായിട്ട് ഡീകമ്പോസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കോമ്പൗണ്ടുകളെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാം. ഓൾ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് എന്ന് പറയുന്നത് വെൽ മിക്സിംഗ് നടക്കുന്നവരെയല്ലേ. അപ്പോൾ ഓൾ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ട്രൂ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് ഓൾ ഓഫ് ദീസ്, അവിടെ സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്, ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്നത് ആൻസർ ആയിട്ട് എടുക്കാം. നമ്മളിതില് ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ഈ ഒരു ചോദ്യം നോക്കണേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സൊല്യൂഷൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സൊല്യൂഷൻ? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഹൈഡ്രോകാർബൺ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സൊല്യൂഷൻസ്, നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആക്ച്വലി യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് സെക്ഷൻസ് വീഡിയോസ് ആയിട്ട് കാണാൻ സാധിക്കും കേട്ടോ. See this question. Which of the following is a solution? Heterogeneous mixture ആണോ, homogeneous mixture ആണോ, partially homogeneous, heterogeneous, both A and B. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ വെൽ മിക്സിംഗ് നടക്കുന്നത് കൊണ്ട് ആരെ മാത്രമേ പറയാൻ പറ്റുള്ളൂ? സൊല്യൂഷൻസിൽ വെൽ മിക്സിംഗ് നടക്കുന്നത് കൊണ്ട് ഹോമോജീനിയസ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. അടുത്തൊരു ചോദ്യം നോക്കുക. എ പ്യുവർ സബ്സ്റ്റൻസ് ക്യാൻ ഓൺലി ബി. ഒരു പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആരായിരിക്കും? കോമ്പൗണ്ട് ആണോ, എലിമെന്റ് ആണോ, എലിമെന്റ് ഓർ കോമ്പൗണ്ട് ആണോ, സൊല്യൂഷൻ ആണോ? സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് അല്ല, മിക്സ്ചേഴ്സ് ആണ്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ പ്രസന്റ് ആയിരിക്കുള്ളൂ. അത് ഒന്നുകിൽ ഒരു കോമ്പൗണ്ട് ആകാം, അല്ലെങ്കിൽ ഒരു എലിമെന്റ് ആകാം. എ പ്യുവർ സബ്സ്റ്റൻസ് ക്യാൻ ബി ബോത്ത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മിക്സ്ചർ? ഇതിൽ മിക്സ്ചേഴ്സ് അല്ലാത്തത് ഏതാന്ന് പറഞ്ഞേ? ടാപ്പ് വാട്ടർ. ടാപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പിലെ വെള്ളം എടുക്കുന്ന സമയത്ത് അതിൽ വെള്ളം മാത്രമാണോ ഉണ്ടാവുക? ഡിസ്റ്റിൽഡ് വാട്ടർ, അതിൽ വെള്ളം മാത്രമാണോ? സോൾട്ട് ഇൻ വാട്ടർ. സോൾട്ട് ഇൻ വാട്ടർ എന്ന് പറയുന്നത് വെള്ളം മാത്രമല്ല, സോൾട്ട് കൂടി ഉണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അതൊരു മിക്സ്ചർ ആണ്. അത് ഉറപ്പായി. സോൾട്ടും വാട്ടറും വരുന്നത് കൊണ്ട് അത് മിക്സ്ചർ ആണെന്ന് അറിയാം. ഓയിൽ ആൻഡ് വാട്ടറിലെ 2 പേര് വരുന്നത് കൊണ്ട് അത് മിക്സ്ചർ ആണെന്ന് അറിയാം. ടാപ്പ് വാട്ടറും ഡിസ്റ്റിൽഡ് വാട്ടറും എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആരാ മിക്സ്ചർ? ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഡിസ്റ്റിൽ ചെയ്തിരിക്കുന്ന വെള്ളം മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്, കാരണം അവിടെ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ടാപ്പ് വാട്ടറിൽ അങ്ങനെയല്ല, വെള്ളവും ബാക്കി ഡസ്റ്റും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പ്രസന്റ് ആയിരിക്കും. അപ്പൊ ടാപ്പ് വാട്ടറിനെ നമ്മൾ എപ്പോഴും ഒരു മിക്സ്ചർ ആയിട്ട് മാത്രമല്ലേ പരിഗണിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമുക്ക് മാറ്റേഴ്സിനെ പറ്റി ഒരു പ്രിലിമിനറി ഐഡിയ ആണ് ആദ്യം വേണ്ടത്, വിച്ച് ഈസ് വെരി ഈസി ആക്ച്വലി. ആരെ തന്നു കഴിഞ്ഞാലും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇനി നമ്മൾ മോൾ കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? മോൾ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം ആറ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരാ പറഞ്ഞു തന്നെന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. അത് ഡാൾട്ടൻസ് അറ്റോമിക് തിയറിയിലൂടെ വരുന്നത്. ഡാൾട്ടൻസ് അറ്റോമിക് തിയറിയിൽ അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡാൾട്ടൻസ് അറ്റോമിക് തിയറിയിൽ പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഏതൊരു വസ്തുവിനെയും നമ്മൾ മുറിച്ച് കൊണ്ടുവരുമ്പോൾ ഏറ്റവും അവസാനം നമുക്കൊരു വളരെ ഫൈൻ ആയിരിക്കുന്ന ഒരാളെ കിട്ടും, വിച്ച് കനോട്ട് ബി ഡിവൈഡഡ്. അങ്ങനെ ഏറ്റവും അവസാനം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത ഒരു പാർട്ടിക്കിളിനെ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആറ്റത്തിനെ ഡാൾട്ടൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആറ്റംസ് ആർ ദോസ് പാർട്ടിക്കിൾസ് വിച്ച് കനോട്ട് ബി ഡിവൈഡഡ്. അവരെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ ഇൻഡിവിസിബിൾ എന്നായിരിക്കും നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. ദേ കനോട്ട് ബി ഡിവൈഡഡ്. പക്ഷെ ഇപ്പൊ നമുക്ക് അറിയാം ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലേ? ആറ്റത്തിനകത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ബട്ട് എനിവേ ഡാൾട്ടൺ അന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ തിയറിയിൽ ആറ്റത്തിന് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയാണ്, അപ്പൊ കുറെ ആറ്റംസ് ഉണ്ട്. ഹൈഡ്രജൻ അല്ലേ? ഇപ്പൊ ഹൈഡ്രജൻ ഒരു ആറ്റം ഉണ്ട്, ഹൈഡ്രജന്റെ ഒരു ആറ്റം ഉണ്ട്, ഓക്സിജന് മറ്റൊരു ആറ്റം ഉണ്ട്. ഞാനത് വേറൊരു കളറിൽ സൂചിപ്പിക്കാം. ഓക്സിജൻ ഒരു നീല കളറിൽ എടുക്കാം. അപ്പൊ ഹൈഡ്രജന്റെ ആറ്റവും ഓക്സിജന്റെ ആറ്റവും ഐഡന്റിക്കൽ ആയിരിക്കുമോ? ഹൈഡ്രജൻ എന്ന് പറയുന്നതിന്റെ ആറ്റവും ഓക്സിജന്റെ ആറ്റവും ഐഡന്റിക്കൽ അല്ല. അപ്പൊ ഒരേ എലിമെന്റ്സിന്റെ ആറ്റംസിന് മാത്രമേ ഒരുപോലെ ഇരിക്കുള്ളൂ. അപ്പൊ ഹൈഡ്രജന്റെ കുറെ ആറ്റങ്ങൾ എടുത്താൽ അതൊക്കെ ഒരുപോലെ ഇരിക്കും. പക്ഷെ ഹൈഡ്രജന്റെ ആറ്റവും ഓക്സിജന്റെ ആറ്റവും ഒരുപോലെ ഇരിക്കില്ല, ബിക്കോസ് ദേ ആർ ഡിഫറെന്റ്. സോ അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഒരു ഗിവൺ എലിമെന്റിന്റെ ആറ്റംസ് എല്ലാം ഐഡന്റിക്കൽ ആണ്. ഒരു ഗിവൺ എലിമെന്റിന്റെ ആറ്റംസ് എല്ലാം ഐഡന്റിക്കൽ ആണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
അപ്പൊ ഇങ്ങനെ ആൻഡ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലിമെന്റ്സ് ആർ ഡിഫറെന്റ് എന്നുള്ള കോൺസെപ്റ്റ് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഒരേപോലുള്ള ആറ്റംസ് കിട്ടണമെങ്കിൽ ഒരേ എലിമെന്റിനെ എടുക്കണം. പക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നതിൽ ഇപ്പൊ ഇത് വാലിഡ് അല്ല. കാരണം എന്താ? നമുക്ക് ഐസോടോപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ? ഐസോടോപ്പിൽ നിങ്ങൾ എടുത്തു നോക്കണം. ഐസോടോപ്പില് ഹൈഡ്രജന് തന്നെ പ്രോട്ടിയവും ഡ്യൂട്ടീരിയവും ട്രിഷിയവും ഉണ്ട്. സോ വെൻ യു ടോക്ക് അബൌട്ട് ദി ഐസോടോപ്പ്, even though you have same element, the atoms are different. Because പ്രോട്ടോണില് നിങ്ങൾക്ക് മാസ് 1 ആണ് അല്ലേ? ഡ്യൂട്ടീരിയം എടുത്തു കഴിഞ്ഞാൽ മാസ് 2 ആണ്. ട്രിഷി എടുത്തു കഴിഞ്ഞാൽ മാസ് 3 ആണ്. ദേ ആർ നോട്ട് ഐഡന്റിക്കൽ. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സെയിം ആയിരിക്കണം. മാസ് ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ അത് ഐഡന്റിക്കൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ വെൻ ഇറ്റ് കംസ് ടു ഐസോടോപ്സ്, ഈവൻ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് വാലിഡ്. പക്ഷെ ഡാൾട്ടൺ അദ്ദേഹം ആ കാലത്ത് ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഈ കാലത്തെ എക്സെപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇനി അദ്ദേഹം പറയാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു, അതായത് വെള്ളം ഉണ്ടായി. എങ്ങനെയാണ് വെള്ളം ഉണ്ടാവുന്നത്? അപ്പൊ വെള്ളം ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. സോ അദ്ദേഹം പറയാണ് നമുക്കൊരു കോമ്പൗണ്ട് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലിമെന്റ്സ് അല്ലെങ്കിൽ സെയിം എലിമെന്റ്സ് അവര് കമ്പൈൻ ചെയ്യുന്നു. ശരിയാണ്. ഓക്സിജൻ എന്ന ഗ്യാസ് കിട്ടാൻ 2 ഓക്സിജൻ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നു. വാട്ടർ കിട്ടാൻ വേണ്ടി ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നു. ഇവരെങ്ങനെയാ കമ്പൈൻ ചെയ്യുന്നത്? ദേ കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ. ആ റേഷ്യോ ഫിക്സഡ് ആണ്. സിമ്പിൾ ആൻഡ് ഫിക്സഡ് റേഷ്യോയിലാണ് അവർ കമ്പൈൻ ചെയ്യുന്നതെന്നുള്ളത് അദ്ദേഹം മൂന്നാമതായിട്ട് പറഞ്ഞു. അപ്പം എലിമെന്റ്സിലുള്ള ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് സിമ്പിൾ ആൻഡ് ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ടുകൾ തരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഡിഫറെന്റ് എലിമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും റീഅറേഞ്ച്മെന്റുകളായിരിക്കും. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റീഅറേഞ്ച്മെന്റുകളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്ന് HCl തരുന്നു. എൻ്റെ കയ്യിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ എനിക്ക് 2 HCl കിട്ടുമ്പോഴും ആറ്റങ്ങളുടെ റീഅറേഞ്ച്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. ശരിയല്ലേ? ഇവര് തമ്മിൽ കമ്പൈൻ ചെയ്തു. ഇവിടെയുള്ള ഒരു ആറ്റം അപ്പുറത്തുള്ള ഒരു ആറ്റവും തമ്മിൽ കമ്പൈൻ ചെയ്തു. സോ റീഅറേഞ്ച്മെന്റ് ഈസ് ഹാപ്പനിങ്. അപ്പൊ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. നശിച്ചു പോകുന്നുണ്ടോ? ഇല്ല. വാട്ട് ഈസ് ഹാപ്പനിങ്? റിയാക്ഷന് മുന്നേ എത്രയാണോ ആറ്റംസ് ഉണ്ടായിരിക്കുന്നത് അതേ നമ്പർ ഓഫ് ആറ്റംസ് റിയാക്ഷന് ശേഷവും ഉണ്ടാവും. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാ ഡിഫറെന്റ് പുതിയൊരാളെ നമ്മൾ കണ്ടത്? ബിക്കോസ് ദർ ഈസ് റീഅറേഞ്ച്മെന്റ്. മുന്നേ കണ്ട ആൾക്കാരല്ല ഇപ്പൊ നമ്മൾ കണ്ടത്, ബിക്കോസ് ഓഫ് ദി റീഅറേഞ്ച്മെന്റ്. സോ ആറ്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റങ്ങളിനെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആറ്റം ഓർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ഇദ്ദേഹം ഇതിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഡാൾട്ടന്റെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഒക്കെ ഡാൾട്ടന് പറയാൻ സാധിച്ചെങ്കിലും ലോസ് ഓഫ് ഗാഷ്യസ് വോളിയൂംസ് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഡാൾട്ടൻസിന്റെ അറ്റോമിക് തിയറിയിൽ ബേസിക് ഐഡിയ മാത്രമേ വേണ്ടൂ. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്, പറയാത്ത കാര്യം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. അത് മാത്രമാണ് ഡാൾട്ടന്റെ തിയറിയിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അതിൽ ഡീറ്റെയിൽഡ് ആയിരിക്കുന്ന ഒരു അനാലിസിസോ വേർഷനോ നമുക്ക് ആവശ്യമില്ല. See the question here. Among the following statements, that which was not proposed by Dalton? ഇതിൽ ഏതാണ് ഡാൾട്ടൺ പറയാത്തത്? ഡാൾട്ടൺ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ നോക്കാൻ പാടുള്ളേ. ഡാൾട്ടൺ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിലൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഡാൾട്ടൺ പറയാത്തതുണ്ട്. ഒന്നാമത്തത്, കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. And these are neither created nor destroyed in a chemical reaction. That is also true. അപ്പൊ കെമിക്കൽ റിയാക്ഷൻസിനെ റീഓർഗനൈസ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ട്രൂ. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തത്, ഓൾ ദി ആറ്റംസ് ഓഫ് എ ഗിവൺ എലിമെന്റ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിംഗ് ഐഡന്റിക്കൽ മാസ്. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലിമെന്റ്സ് ഡിഫർ ഇൻ മാസ്. ഒരേ എലിമെന്റിന്റെ ആറ്റം ഒരുപോലെ ഇരിക്കും. ശരിയല്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഡിഫറെന്റ് എലിമെന്റിന്റെ ആറ്റംസ് ഡിഫറെന്റ് ആണ്, അവരുടെ മാസ് ഡിഫറെന്റ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. അദ്ദേഹം പറയുന്നു, when gas combine or reproduced in a chemical reaction, they do so in simple ratio by volume, provided all gases are at same temperature and pressure. ഗ്യാസ് കമ്പൈൻ ചെയ്യുമ്പോൾ അവർ സിമ്പിൾ വോളിയം ആയിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അത് അദ്ദേഹം പറഞ്ഞ കാര്യമല്ല.
അത് ഗ്യാഷ്യസ് ലോ നമുക്ക് സെപ്പറേറ്റ് ഉള്ളതാണ്. ആ ലോ, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ആ ലോ വാലിഡ് ആണെങ്കിലും അത് ഡാൾട്ടൺ പറഞ്ഞതല്ല. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. അങ്ങനെയാണ് നമ്മൾ ദിസ് ഈസ് യുവർ പ്രീവിയസ് JEE ക്വസ്റ്റ്യൻ, സി ആണ് എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ വരിക. അപ്പൊ അദ്ദേഹം എന്താണ് ആറ്റംസ് എന്നൊക്കെ അവതരിപ്പിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിലേക്ക് നമ്മൾ വരിക. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ വളരെ ബേസിക് ലോസ് ആണ്. അത് ഇതിന്റെ ഒരു അടിത്തറ തന്നെ പാകുന്നതിൽ ഭയങ്കര പങ്ക് വഹിച്ചാണ്. ലെറ്റ് us see ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഏറ്റവും ആദ്യത്തെ ലോ നമുക്ക് എടുക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാ. മാസ് can neither be created nor be destroyed. ആറ്റം ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഇതിലാകെ ഒരൊറ്റ ഇൻഡിക്കേഷനേ ഉള്ളൂ. ഇതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ബിഫോർ റിയാക്ഷൻ is equal to total mass after reaction. ശരിയല്ലേ? ടോട്ടൽ മാസ് ബിഫോർ റിയാക്ഷൻ is equal to total mass after reaction. അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനൊരു 50 ഗ്രാം റിയാക്ടന്റുകളൊക്കെ എടുത്ത് നമ്മൾ വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ വന്നിവിടെ ഇരുന്നു. കുറച്ച് കഴിയുന്ന സമയത്ത് റിയാക്ഷൻ നടന്ന് പിന്നെ വെയിറ്റ് എടുക്കുമ്പോഴും 50 തന്നെയാ. അപ്പൊ ഞാൻ ഈ കണ്ടെയ്നറൊക്കെ ക്ലോസ് ചെയ്ത് വെക്കണം, ഓപ്പൺ ചെയ്യല്ലേ. കാരണം ഓപ്പൺ ചെയ്തിട്ടാ വെച്ചിരിക്കുന്നതെങ്കിലുള്ള കുഴപ്പം എന്താ? ചിലപ്പോൾ ഗ്യാസസ് ഒക്കെ പുറത്തേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കുന്ന ഒരു സിസ്റ്റത്തിലൊക്കെ ചെയ്യുമ്പോൾ ടോട്ടൽ മാസ് ബിഫോർ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ആഫ്റ്റർ റിയാക്ഷൻ. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ ശ്രദ്ധിക്കേണ്ടത്. ലോ ഓഫ് ഡെഫിനിറ്റ്, അത് നമുക്ക് ലാവോസിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്, എൻറ്റോയിൻ ലാവോസിയെ. രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഫിക്സഡ് കോമ്പോസിഷൻ, ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്നൊക്കെ പല പേരുകൾ പറയാം. പേരിൽ തന്നെ ഈ ലോസ് എല്ലാം ഉണ്ട്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോ ഓഫ് ഫിക്സഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അതിലെന്താ? ഒരു കോമ്പൗണ്ട് എടുത്താൽ, ഫോർ എക്സാമ്പിൾ H2O, ആ കോമ്പൗണ്ടിലുള്ള എലിമെന്റ്സിന്റെ മാസ് റേഷ്യോ ഫിക്സഡ് ആണ്. ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയല്ലേ, നമുക്ക് ഇവിടെ അറിയാം 2 ഹൈഡ്രജനോ 1 ഓക്സിജനോ അതിൽ റിയാക്ട് ചെയ്യുന്നത്. അത് H2O എന്ന ഫോർമുല എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം. കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു കാർബണിന് 2 ഓക്സിജൻ ആണ്, അത് ഫിക്സഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ നിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അതിപ്പോ ഇവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും നിങ്ങളുടെ വീട്ടിൽ ചുറ്റുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും പ്രൊപ്പോർഷൻ സെയിമാ. ഒരു കാർബണിന്റെ കൂടെ 2 ഓക്സിജനാ. ഞാൻ അതിനെ മാസിന്റെ ടേമിൽ പറഞ്ഞാൽ 2 ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 2 ഗ്രാം ഹൈഡ്രജൻ, 1 ഓക്സിജൻ 16 ഗ്രാം ഓക്സിജൻ, അഥവാ 1:8. അപ്പൊ ഒരു കോമ്പൗണ്ടിലുള്ള എലിമെന്റുകളുടെ മാസ് റേഷ്യോ ഫിക്സഡ് ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി സോഴ്സ്. വെള്ളത്തിലെ നിങ്ങളുടെ വീട്ടിലുള്ള വെള്ളവും എന്റെ ബോട്ടിലുള്ള വെള്ളത്തിന്റെയും മാസ് ഈസ് ഫിക്സഡ്. ഒരു ഗ്രാം ഹൈഡ്രജൻ എത്ര ഗ്രാം ഓക്സിജൻ വേണം എന്നുള്ള മാസ് ഈസ് ഫിക്സഡ്. ദാറ്റ് ഈസ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അടുത്തയാള് പറഞ്ഞിരിക്കുന്നത് ആരെയാ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ എന്ന വാക്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ ഒരു കോമ്പൗണ്ടിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഒരു കോമ്പൗണ്ടിലുള്ള എലിമെന്റ്സിന്റെ റേഷ്യോ പറ്റിയാണ് അതിന് സംസാരിച്ചത്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാകും. ലെറ്റ് us say 2 കോമ്പൗണ്ട്. അപ്പൊ എന്റെ കയ്യിൽ 2 എലിമെന്റ്സ് ഉണ്ട്, ഹൈഡ്രജനും ഓക്സിജനും. ഇവരൊരു കോമ്പൗണ്ട് ആണോ തരേണ്ടത്? അല്ല, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്, ഒന്നിലധികം കോമ്പൗണ്ടുകളെ തരണം. അങ്ങനെ എടുക്കുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടി H2O തരുന്നു. ഹൈഡ്രജനും ഓക്സിജനും കൂടി നമുക്ക് എന്ത് തരും? H2O2 നമുക്ക് തരും. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ H2O2 എന്നീ 2 കോമ്പൗണ്ടുകൾ കിട്ടി. ഈ 2 കോമ്പൗണ്ടുകളിൽ ഹൈഡ്രജൻ H2 ആണ്. അപ്പൊ ഒരാളുടെ മാസ് ഫിക്സ് ചെയ്തു, മറ്റേയാളുടെ മാസ് ഫിക്സ് ചെയ്തിട്ടില്ല. ഒരാളുടെ മാസ് മാത്രമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മറ്റേയാളുടെ ഓക്സിജനും O2 എടുക്കുന്ന സമയത്ത് അതിന്റെ മാസ് ഫിക്സഡ് അല്ല. ആൻഡ് വാട്ട് ഈസ് ദ റേഷ്യോ? 1 ഓക്സിജന്, ഇവിടെ 2 ഓക്സിജൻ. ആ ഡിഫറെന്റ് മാസിന്റെ റേഷ്യോ എടുത്തപ്പോൾ ഓക്സിജൻ 1 ഓക്സിജനും മറ്റേതിൽ 2 ഓക്സിജനും ആണ്, 1:2 റേഷ്യോയിലാണ്. അപ്പൊ 2 എലിമെന്റുകൾ എടുക്കുകയും അത് ഒന്നിലധികം കോമ്പൗണ്ടുകൾ തരികയും ചെയ്യുമ്പോഴാണ് അത് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആവുക. ജോൺ ഡാൾട്ടനാ പ്രപ്പോസ് ചെയ്തത്. ഇതേപോലെ ലോ ഓഫ് ഗാഷ്യസ് വോള്യൂംസ് ഉണ്ട്. ഗേ-ലുസാക്സ് ലോ ഓഫ് ഗാഷ്യസ് വോള്യം ആണ്.
അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, എന്റെ കയ്യിൽ ഒരു gaseous റിയാക്ഷൻ ഉണ്ട്. gaseous റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ടന്റുകളും ഗ്യാസ് ആണ്, പ്രോഡക്റ്റും ഗ്യാസ് ആണ്. കൺസിഡർ ദി എക്സാമ്പിൾ ഓഫ് HCl പ്രൊഡക്ഷൻ. H2 plus Cl2 giving 2HCl. അല്ലെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാക്കുന്നു. ഇവിടെ എല്ലാം നിങ്ങൾ ഗ്യാസസിന്റെ റേഷ്യോ എടുത്തേ. ഒരു നൈട്രജൻ എടുക്കുമ്പോൾ 3 ലിറ്റർ ഹൈഡ്രജൻ എടുക്കണം. 1 ലിറ്റർ നൈട്രജനും 3 ലിറ്റർ ഹൈഡ്രജനും 2 ലിറ്റർ അമോണിയ നമുക്ക് കിട്ടും. സോ ഇതിന്റെ റേഷ്യോ സിമ്പിൾ റേഷ്യോ ആണ്. ആ പേര് തന്നെ ഇല്ലേ, ലോ ഓഫ് gaseous വോള്യത്തിന്റെ പേരിൽ തന്നെയുണ്ട് gaseous. ഓക്കെ, gaseous റിയാക്ഷൻ. gaseous റിയാക്ഷന്റെ വോള്യത്തിന്റെ റേഷ്യോ സിമ്പിൾ ആണ്, വെരി ഈസി. അവഗാഡ്രോസ് ലോയിൽ നമ്മൾ ഇപ്പൊ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് എനിവേ അവഗാഡ്രോ പറയുന്നത് എന്താ, വോള്യം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി മോൾ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അവഗാഡ്രോയുടെ ആപ്ലിക്കേഷൻസിലേക്ക് വരും. 1 മോൾ എന്ന് പറയുന്നത് STPയിൽ 22.4 ആണ് അല്ലേ. അപ്പൊ 2 മോൾ ആണെങ്കിൽ 44.8, ഹാഫ് മോൾ ആണെങ്കിൽ അതിന്റെ പകുതി 11.2, 1/4 മോൾ ആണെങ്കിൽ അതിന്റെയും പകുതി എടുക്കുക 5.6. അപ്പൊ വോള്യവും നമ്പറും തമ്മിലുള്ള റിലേഷനെയാണ് അവഗാഡ്രോ ലോയിലേക്ക് വരിക. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. പിന്നെ ഇതിൽ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ എന്നൊരു വാക്ക്, ജസ്റ്റ് ആ വാക്ക് നമ്മൾ നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അതിൽ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോ ഓഫ് ഡെഫിനിറ്റീവ് പ്രൊപ്പോർഷനിൽ ഒരു കോമ്പൗണ്ടിനെ പറ്റിയാണ് സംസാരിച്ചത്. ലോ ഓഫ് മൾട്ടിപ്പിൾ കോമ്പോസിഷൻ ഓർ പ്രൊപ്പോർഷൻ എടുക്കുമ്പോൾ അവിടെ 2 കോമ്പൗണ്ടുകളെ പറ്റി സംസാരിക്കുന്നു. അതായത് 2 എലിമെന്റ്സ് എടുത്തിട്ട് അത് ഒന്നിലധികം കോമ്പൗണ്ടുകളെ തരുന്നു. ഇവിടെ 3 കോമ്പൗണ്ടുകൾ നോക്കണം. ഇതിലെടുത്തിരിക്കുന്ന അതേ എക്സാമ്പിൾ എടുക്കാം. കാർബണും ഹൈഡ്രജനും കൂടി മീഥെയിൻ തന്നു. അപ്പൊ ഒരു കാർബൺ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, ഒരു കാർബണിന് 4 ഹൈഡ്രജൻ ആണ്. അഥവാ 12 ഗ്രാം കാർബണിന് 4 ഗ്രാം ഹൈഡ്രജനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓർ ഇറ്റ് ഈസ് 3:1 റേഷ്യോ. ഓക്കെ, ഇനി ഹൈഡ്രജനും ഓക്സിജനും എടുക്കാം. H2O തരുന്നു. 2 ഗ്രാം ഹൈഡ്രജന് 16 ഗ്രാം ഓക്സിജൻ, അഥവാ 1:8 റേഷ്യോ, മാസിന്റെ റേഷ്യോ എടുത്തു. അപ്പൊ കാർബണും ഹൈഡ്രജനും കൂടി CH4 തന്നു, ഹൈഡ്രജനും ഓക്സിജനും കൂടി H2O തന്നു. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ കോമൺ അല്ലേ. ഇനി കാർബണും ഓക്സിജനും കൂടിയുള്ള റേഷ്യോ നമുക്ക് എടുക്കാം. അപ്പൊ അത് ഇവിടുന്ന് വിസിബിൾ ആയിട്ട് പറയാമേ, എടാ ഹൈഡ്രജൻ ഇതിൽ ഞാൻ 1 ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ കാർബണും ഓക്സിജനും എടുക്കുമ്പോഴുള്ള റേഷ്യോ 3:8 ആയിരിക്കും. ശരിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൺസിഡർ ചെയ്താൽ 12 ഗ്രാം കാർബണിന് 2 ഓക്സിജൻ, 36 ഗ്രാം ഓക്സിജൻ, അഥവാ 3:8 എന്ന് കിട്ടും. അപ്പൊ 3 എലിമെന്റുകളെ കോറിലേറ്റ് ചെയ്യുന്ന ആളാണ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ്. ആ ഒരു ഐഡിയ ആണ് നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. ഓക്കെ, see if you consider this example, which of the following reactions is not correct according to the law of conservation of mass? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ, ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ മാസും റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ മാസും സെയിം ആയിരിക്കണം. ബിക്കോസ് മാസ് can either be created not be destroyed. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ബാലൻസിങ് ഓഫ് റിയാക്ഷൻ, റൈറ്റ്? ബാലൻസിങ് മാൻഡേറ്ററി അല്ലേ അവിടെ. ഞാൻ ഇപ്പൊ ഇതിലേതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ അതിലേതാ ബാലൻസ് ചെയ്യാത്തത്? കാരണം ലെഫ്റ്റ് സൈഡിലുള്ള ആറ്റങ്ങളും റൈറ്റ് സൈഡിലുള്ള ആറ്റങ്ങളും ബാലൻസ്ഡ് ആയിരിക്കണം. ലെഫ്റ്റിലും റൈറ്റിലേക്കും വരുന്ന സമയത്ത് അത് ബാലൻസ്ഡ് ആയിരിക്കണം. ബാലൻസിങ്, ഈ കോൺസെപ്റ്റുകൾ തൊട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ മോൾ കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴുള്ള പ്രിലിമിനറി ഐഡിയാസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യുവർ ക്വസ്റ്റ്യൻ വിൽ ബി മേജർ ഫ്രം ദി മോൾ കോൺസെപ്റ്റ്. മോൾ കോൺസെപ്റ്റ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് ആറ്റംസ്, അതൊക്കെ ആയിരിക്കും നമുക്ക് വരിക. അതിന്റെ സ്റ്റാർട്ടിങ് നമുക്ക് ഇവിടെ വെച്ചാണ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിലേത് ആൻസർ വരിക? 2 മെഗ്നീഷ്യം. വാട്ട് ഈസ് യുവർ ആൻസർ? ഇവിടെ മെഗ്നീഷ്യം ബാലൻസ്ഡ് ആണ്. അപ്പൊ ലെഫ്റ്റും റൈറ്റും ഓക്കെ ആണ്. ബാലൻസിങ് ഈസ് വെരി മസ്റ്റ്. അതാണ് മോൾ കോൺസെപ്റ്റിന്റെ അടിത്തറ. എന്നാൽ രണ്ടാമത്തെ കേസിൽ കാർബണിനെ ബാലൻസ് ചെയ്തിട്ടില്ല. ശരിയാണ്, കാർബൺ 3 ഇവിടെ ബാലൻസ് ചെയ്തിട്ടില്ല. സോ ബി ഈസ് യുവർ ആൻസർ. ഡെഫിനറ്റ്ലി ബി ആണ് നമുക്കതിൽ ആൻസർ ആയിട്ട് വരിക. റെഡി? ഇനി വളരെ ക്വിക്കായിട്ട് പറയണം. ഇൻ ദ റിയാക്ഷൻ നൈട്രോജൻ പ്ലസ് ഹൈഡ്രോജൻ ഗിവിംഗ് 2NH3, ratio by volume of nitrogen, hydrogen and ammonia is 1:3:2. And this illustrates which law? ഇവിടെ നോക്കിയേ,
റേഷ്യോ ഓഫ് വോള്യം. വോള്യത്തിന്റെ റേഷ്യോ സിമ്പിൾ റേഷ്യോ ആണ്, 1:3:2 ആണ്. വോള്യം റേഷ്യോ പറഞ്ഞിരിക്കുന്ന ലോ ഏതാ? ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, കൺസർവേഷൻ, ഗാഷ്യസ് വോള്യൂംസ്. ഒബ്വിയസ്ലി ഗാഷ്യസ് വോള്യൂംസ്. ആ പേരിൽ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും. Among the following pairs of compounds, the one that illustrates law of multiple proportion. Law of multiple proportion ഏതാണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ നമുക്കറിയാം 2 എലിമെന്റ്സ് ആണ് ആവശ്യം. 2 എലിമെന്റ്സ് 2 കോമ്പൗണ്ടുകളെ തരും. ഞാനിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ NH3 NCl3, നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. 3 എലിമെന്റ്സ് വേണ്ട. H2S, അതിൽ ഹൈഡ്രജനും ഉണ്ട്, സൾഫറും ഉണ്ട്. SO2, ഓക്സിജനും ഉണ്ട്. 3 എലിമെന്റ്സ് വേണ്ട. CS2, കാർബൺ ഉണ്ട്, സൾഫർ ഉണ്ട്. FeSO4, Fe ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. 4 എലിമെന്റ്സ് വേണ്ട. കോപ്പർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. 2 എലിമെന്റ്സ് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകളെ തരുന്നതിനെയാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എപ്പോഴും പറയാ. അതാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമുക്ക് തരിക. അടുത്ത ചോദ്യം നോക്കണേ. The following data were obtained when carbon and oxygen react together to form the different compounds. അതിൽ നോക്കിയേ, എൻ്റെ കയ്യിൽ 2 കോമ്പൗണ്ടുകൾ ഉണ്ട്. ഇപ്പൊ ലെറ്റ് us say കോമ്പൗണ്ട് 1 ആൻഡ് കോമ്പൗണ്ട് 2. കോമ്പൗണ്ട് 1ൽ 12 ഗ്രാം കാർബൺ ഉണ്ട്, 16 ഗ്രാം ഓക്സിജൻ ഉണ്ട്. വേണമെങ്കിൽ എനിക്ക് 12 ഗ്രാം കാർബണിനെ C എന്നും 16 ഗ്രാം ഓക്സിജനെ O എന്നും എഴുതി നോക്കാം. കോമ്പൗണ്ട് 2 എടുക്കുമ്പോൾ അതിൽ 12 ഗ്രാം കാർബണും 32 ഗ്രാം ഓക്സിജനും ഉള്ളത്. 12 ഗ്രാം കാർബണിന് 1 കാർബൺ ആയിട്ടും 32 ഗ്രാം ഓക്സിജനെ 2 കാർബൺ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇത് ഏത് ലോ ആണ് ഇൻഡിക്കേറ്റ് ചെയ്തത്? 2 എലിമെന്റ്സ് ഡിഫറെന്റ് കോമ്പൗണ്ടുകളെ തന്നു. ഒരേ കോമ്പൗണ്ട് ആയിരുന്നെങ്കിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എടുക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എടുക്കാത്തത്? ഡിഫറെന്റ് കോമ്പൗണ്ട്സ് തന്നു, മൾട്ടിപ്പിൾ കോമ്പൗണ്ട്സ് തന്നു. സോ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. So your answer will be B. Okay. നേരെ മറിച്ച് ഇതേ ചോദ്യം നോക്കണേ. ഇതേ ചോദ്യത്തില് 12 ഗ്രാം ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. Now എന്തായിരിക്കും ആൻസർ? എന്റെ കോമ്പൗണ്ടിൽ 12 ഗ്രാം കാർബണും 16 ഗ്രാം ഓക്സിജനും ഉണ്ട് എന്ന് പറഞ്ഞാൽ 1 കാർബണിന് 1 ഓക്സിജൻ ഉണ്ട്. ശരി, CO ആണ് ആള്. 24 ഗ്രാം കാർബൺ എടുത്തപ്പോ 32 ഗ്രാം ഓക്സിജൻ ഉണ്ട്. 24 കാർബൺ 2 കാർബണാ, 32 ഗ്രാം ഓക്സിജൻ 2, അഥവാ അത് CO ആണ്. എങ്കിൽ അത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. ഒരേ കോമ്പൗണ്ടിനെ ആയിരിക്കും അത് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ആറ്റം എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ മാസ്, അറ്റോമിക് മാസും മോളിക്കുലർ മാസും നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ്, റൈറ്റ്? അപ്പൊ ഒരാളുടെ അറ്റോമിക് മാസും മോളിക്കുലർ മാസും നമുക്കറിയാം. മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നതൊക്കെ അറിയാം. സി ഫോർ എക്സാമ്പിൾ HCl എടുത്താൽ ഹൈഡ്രജന്റെ മാസും ക്ലോറിന്റെ മാസും കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. അങ്ങനെയാണ് ഒരാളുടെ മോളിക്കുലർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആക്ച്വലി അറ്റോമിക് മാസ് എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കാർബൺ 12 ഐസോട്ടോപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഒരാളുടെ അറ്റോമിക് മാസ് നിർണ്ണയിക്കുന്നത് ഇറ്റ് ഈസ് ആവറേജ് മാസ് ഓഫ് ആറ്റം ബൈ 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ് ആണ്. മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂളിന്റെ ആവറേജ് മാസ് ബൈ 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ് ആണ്. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ. ഇതെവിടെയാ? ഒരു ആറ്റത്തിന് ഒരു മാസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിന് മാസ് ഉണ്ട്. ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് 1 എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് 1 ഗ്രാം മാസ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? നോ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് 1 ഗ്രാം അല്ലല്ലോ. ഒരു ഹൈഡ്രജൻ ആറ്റം വളരെ ചെറുതാ, വളരെ ചെറിയ ആളാണ്. അതിന്റെ മാസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഒരു ഹൈഡ്രജന് 1 ഗ്രാം അല്ലടാ, ഒരു AMU എന്നാ നമ്മൾ പറയേണ്ടത്. ഒരു യൂണിറ്റ് ആണ്. അറ്റോമിക് മാസിന്റെ യൂണിറ്റിനെ അറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ AMU അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് എന്ന് നമ്മൾ വിളിക്കും, U. അപ്പൊ ഹൈഡ്രജന്റെ മാസ് 1 എന്ന് ഞാൻ പറയുമ്പോഴൊക്കെ അതിന്റെ അർത്ഥം 1 AMU എന്നാ. 1 AMUന്റെ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഈസ് 1.66056 × 10⁻²4 ഗ്രാം. അപ്പൊ ഹൈഡ്രജന്റെ മാസ് അത്രയും ചെറുതാ, 10⁻²4 ഗ്രാം ആണ് ഹൈഡ്രജന്റെ മാസ്. നിങ്ങളോട് ചോദ്യം വരാം, H2Oയുടെ ആക്ച്വൽ മാസ് എത്ര? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? H2O എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് അവിടെ ഉള്ളത്.
2 ഹൈഡ്രജന്റെ മാസ് 2 യൂണിറ്റും ഒരു ഓക്സിജന്റെ മാസ് 16 യൂണിറ്റും ആയതുകൊണ്ട് ടോട്ടൽ 18 യു ആണ് നമ്മൾ എഴുതുക. ഇതാണ് ഒരു H2O മാസ്. അഥവാ 18 ഇൻറ്റു 1.66056 ഇൻറ്റു 10⁻⁻24 ഗ്രാം. ഗ്രാമിൽ അത്രയും പറയണം. അപ്പോൾ ഒരു ആറ്റത്തിന്റെയും ഒരു മോളിക്യൂളിന്റെ ഒക്കെ മാസ് വളരെ കുറവാണെന്നും അതിനെ AMU അഥവാ യുയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളില് atomic mass unit U were defined to be 1/5 the mass of an atom of carbon 12. What should be the atomic weight of nitrogen? Atomic weight of nitrogen on conventional scale is 14 എന്ന് നമുക്ക് തരുന്നു. നോർമലി നമ്മൾ അറ്റോമിക് മാസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേ? ഇറ്റ് ഈസ് ദി ആവറേജ് മാസ് ഓഫ് ആൻ ആറ്റം ഡിവൈഡഡ് ബൈ 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ഐസോടോപ്പ്. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. കാരണം AMUനെ ഡിഫൈൻ ചെയ്തത് 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ഐസോടോപ്പ് എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 1/12 അല്ല എന്ന് വിചാരിക്കേ. പകരം 1/5 ദി മാസ് ഓഫ് കാർബൺ 12 ഐസോടോപ്പ് ആണെന്ന് വെച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ മാറി. അറ്റോമിക് മാസ് ഈസ് ഈക്വൽ ടു ആവറേജ് മാസ് ഓഫ് എൻ ആറ്റം ബൈ 1/5 ദി മാസ് ഓഫ് കാർബൺ 12 ഐസോടോപ്പ്. അങ്ങനെയല്ലേ എഴുതാൻ പറ്റുള്ളൂ. 1/12ന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. പക്ഷെ 1/5 ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. സോ ആവറേജ് മാസ് കൺവെൻഷണൽ സ്കെയിലിൽ 14 ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. പുതിയ സ്കെയിൽ പ്രകാരം നമുക്കത് എങ്ങനെ ചെയ്യാം? കാർബൺ 12 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? ഏകദേശം നമ്മൾ എടുത്താൽ 1 5 10 you get 5 yes 5 point something 5.834. okay. അപ്പൊ അറ്റോമിക് മാസസിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് അറ്റോമിക് മാസസ് എത്ര എലിമെന്റ്സിന്റെ പഠിക്കണം നമ്മൾക്ക് പറയാം വിഘ്നേഷേ. നോക്കിയേ, അപ്പൊ ഇങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ അറ്റോമിക് മാസസ് നമ്മൾ പഠിക്കുമ്പോൾ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണെന്നുള്ളത് നമ്മൾ അറിയുന്നു. നിർബന്ധമായിട്ടും അത് അറിയണം. പിന്നെ ഇതിൽ നമുക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ളത് കാർബൺ 12 ആണ്, നൈട്രജൻ 14 ആണ്, ഓക്സിജൻ 16 ആണ്, സൾഫർ 32 ആണ്, ഫോസ്ഫറസ് 31 ആണ്, സോഡിയം നമുക്കറിയണം 23, കാൽഷ്യം 40 എന്നറിയണം, ക്ലോറിൻ 35.5 എന്നിങ്ങനെയുള്ള ബേസിക് ഐഡിയാസ്. ഇത്രയും ആൾക്കാരത് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. സോഡിയം, നൈട്രജൻ, ഓക്സിജൻ. ഓക്കെ. പിന്നെ വളരെ ഹെവി ആയിരിക്കും. ഗ്രാജുവലി നമ്മൾ എല്ലാവരും പഠിക്കും. മെഗ്നീഷ്യം 24 ആണ്. ഓരോ ചാപ്റ്റേഴ്സിനനുസരിച്ച് നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പൊ ഇവിടെ സെയിം മോളിക്യുലാർ മാസുള്ള കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുന്നു. അപ്പൊ ഇതിൽ കുറെ ആൾക്കാരുടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കുറെ കോമ്പൗണ്ടുകളുടെ എലിമെന്റ്സിനെ പറ്റിയൊക്കെ ഒരു ഏകദേശ ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവും. ഗ്ലൂക്കോസിന്റെ ഫോർമുല എടുക്കുമ്പോൾ എന്താ? ഗ്ലൂക്കോസിനും ഫ്രക്ടോസിന്റെയും ഫോർമുല C6H12O6 ആണ്. അപ്പൊ ഇതിന്റെ മാസ് എങ്ങനെയാ പറയാ? എത്രയാ മാസ് പറയാ? 6 കാർബണിന്റെ മാസും 12 ഹൈഡ്രജന്റെ മാസും 6 ഓക്സിജന്റെ മാസും കൂടി ആഡ് ചെയ്യണം. കാർബൺ 12 ആണ്, ഹൈഡ്രജൻ 1 ആണ്, ഓക്സിജൻ 16 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 180 എന്ന് കിട്ടും. അപ്പൊ ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും സത്യത്തിൽ ഒരേ മോളാർ മാസ് ആണെന്നുള്ളത് ക്ലിയർ ആയി. 180 യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. മോളിക്യുലർ മാസ് കിട്ടിക്കഴിഞ്ഞു. അസറ്റിക് ആസിഡിന്റെ കണ്ടുപിടിക്കൂ. അസറ്റിക് ആസിഡ് വിച്ച് ഈസ് CH3COOH. അപ്പൊ അസറ്റിക് ആസിഡിൽ ഞാൻ എടുക്കുമ്പോൾ 2 കാർബണാണ് ഉള്ളത്. അവിടെ 2 ഓക്സിജനും 4 ഹൈഡ്രജനും ആണല്ലേ. 2 കാർബൺ, 1 കാർബൺ 12 ആണെങ്കിൽ 2 കാർബൺ 24, 32 പ്ലസ് 4 എത്ര കിട്ടി? 60. ഇറ്റ് ഈസ് 60. യൂറിയയുടെ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. NH2CONH2. അപ്പൊ അവിടെ 2 നൈട്രജനും 4 ഹൈഡ്രജനും 1 കാർബണും 1 ഓക്സിജനും ആണല്ലേ. 2 നൈട്രജൻ 28 പ്ലസ് 4 ഹൈഡ്രജൻ 1 കാർബൺ പ്ലസ് 1 ഓക്സിജൻ അല്ലേ. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ 10, 20, 30, 40, 50, 60 കിട്ടി അല്ലേ. ശരിയല്ലേ?
അപ്പൊ ഇതിന് രണ്ടിനും ഒരേ മാസ് നമുക്ക് കിട്ടി. അപ്പൊ രണ്ടുപേർക്ക് ഒരേ മാസമായി. 1 and 2 ഒരേ മോളിക്കുലർ മാസ് ആണ്. അതുപോലെ 3 and 4 ഒരേ മോളിക്കുലർ മാസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ മോളിക്കുലർ മാസസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളിലേക്ക് വരാം. എന്തായാലും ഒരു ആറ്റത്തിന് അറ്റോമിക് മാസ് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അവിടെയാണ് നമ്മൾ ഒരാളുടെ അറ്റോമിക് മാസ് പറയുമ്പോഴും ഞാൻ ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5 എന്നാ പറഞ്ഞേ. അറ്റോമിക് മാസസ് ആക്ച്വലി നമ്മൾ എടുത്തിരിക്കുന്നത് യഥാർത്ഥ മാസ് നമ്പർ അല്ല, പകരം ആവറേജ് അറ്റോമിക് മാസ് ആണ്. കാരണം ഞാൻ ഒരു ചാക്ക് ക്ലോറിൻ എടുത്താൽ ക്ലോറിന് 2 ഐസോട്ടോപ്പുകൾ ഉണ്ട്. ക്ലോറിൻ 35 ഉണ്ട്, ക്ലോറിൻ 37 ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും അതിന്റെ ആവറേജ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഐസോട്ടോപ്പുകൾ എക്സിബിറ്റ് ചെയ്യുന്ന എലിമെന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ വി ആർ ഓൾവേസ് ടേക്കിംഗ് ആവറേജ് വാല്യൂ ഓൺലി. എങ്ങനെ ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക? അവരുടെ അബണ്ടൻസ് നോക്കണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 35 എന്ന ഇയാള് 75% ക്ലോറിൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. 25% മാത്രമേ ക്ലോറിൻ 37 ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ആവറേജ് വാല്യൂ അങ്ങനെ ആലോചിച്ചാൽ മതിയേ. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആരാണോ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിനോട് ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവുക. അതിനോട് ക്ലോസ് ആയിട്ടാണ് ആവറേജ് വാല്യൂ ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് 35% എന്ന് പറയുമ്പോൾ 75% എന്ന് പറയുമ്പോൾ 35നോട് ക്ലോസ് ആയിരിക്കുന്ന ഒരു ആവറേജ് വാല്യൂ കിട്ടിയേ. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനോടായിരിക്കും അടുത്ത വാല്യൂ ഉണ്ടാവുക അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവറേജ് മാസ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയുള്ളൂ. ആവറേജ് മാസ് ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് അറ്റോമിക് മാസ് ഓഫ് ദി ഫസ്റ്റ് ഐസോട്ടോപ്പ്. ആദ്യത്തെ ഐസോട്ടോപ്പിന്റെ അറ്റോമിക് മാസ് നമ്മൾ എടുക്കുന്നു, ലെറ്റ് us say 35 ഇൻറ്റു അതിന്റെ പെർസെൻറ്റേജ് അബണ്ടൻസ് പ്ലസ് രണ്ടാമത്തെ ഐസോട്ടോപ്പിന്റെ മാസ് ഇൻറ്റു അതിന്റെ പെർസെൻറ്റേജ് അബണ്ടൻസ് ബൈ ടോട്ടൽ. ടോട്ടൽ 100% ആണ്. അപ്പൊ ആവറേജ് അറ്റോമിക് മാസസ് കണ്ടുപിടിക്കുന്നത് ഇത് വളരെ വാലിഡ് ആയിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോൾ അത് ചെയ്യുന്ന ഒരു രീതി നോക്കാമേ. Given that the abundance of isotopes Fe 54, Fe 56 and 57 are 5%, 90% and 5% respectively the atomic mass of iron. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഐസോട്ടോപ്പുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആവറേജ് മാസ് വേണം എടുക്കാൻ. എനിക്ക് അതുകൊണ്ട് ഇതിന്റെ ആവറേജ് മാസ് കണ്ടുപിടിക്കണം. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ആദ്യത്തെ ആളുടെ മാസ് 54 അത് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? 5%. പ്ലസ് ആവറേജ് അങ്ങനെയല്ലേ എടുക്കുക. രണ്ടാമത്തെ അവരുടെ മാസ് 56 ആണ്, അത് 90% കൊടുക്കുന്നുണ്ട്. പ്ലസ് മൂന്നാമത്തെ അറ്റോമിക് മാസ് 57 ആണ്, അത് 5% ബൈ ടോട്ടൽ ഈസ് 100. ടോട്ടൽ എല്ലാ അബണ്ടൻസും കൂടി 100% അല്ലേ? 54 into 5 I4 20 2 ബാക്കി I5 25 2 27 270 പ്ലസ് 0 8 9 6 54 5 ബാക്കി 9 5 45 45 50 പ്ലസ് 35 3 5 30 by 100. So this is equal to 5 9 5 5 by 100 which is 55.95. So that is your average value. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പുള്ളത്, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന 56നോട് ക്ലോസ് ആയിരിക്കണം വാല്യൂ. അപ്പോൾ 56നോട് ക്ലോസ് ആയിരിക്കുന്ന വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. സോ ദിസ് കോൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആവറേജ് മാസ് കണ്ടുപിടിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് തന്നെ മനസ്സിലാക്കണ്ടേ? കാരണം എന്താ, ഇപ്പം ശരിക്കേ ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് 55.95, അടുത്തത് 57.10, അടുത്തത് 55.18, അങ്ങനെയൊക്കെ തന്നെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കാരണം ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനോട് ക്ലോസ് ആയിരിക്കും വാല്യൂ. പക്ഷെ ഇവിടെ എല്ലാം ഒരേപോലത്തെ വാല്യൂ വന്നപ്പോൾ നമ്മൾ ശരിക്കും കണ്ടുപിടിക്കണം. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കാമേ. കാൽക്കുലേറ്റ് ദി ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ യൂസിങ് ദി ഫോളോയിങ് ഡാറ്റ. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാതെ ആൻസർ പറയാൻ പറ്റും. എത്ര ആൻസർ കിട്ടുക? വേഗം നോക്കി പറഞ്ഞേ. ഹൈഡ്രജന്റെ 2 അബണ്ടൻസ് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. 2 ആൾക്കാർ, ഹൈഡ്രജൻ 1ഉം ഹൈഡ്രജൻ 2ഉം. ഇതില് ഹൈഡ്രജൻ 1 99.9% പ്രസന്റ് ആണ്. അതിന്റെ മാസ്, അറ്റോമിക് മാസ് 1 ഹൈഡ്രജൻ 2 0.015% മാത്രമേ പ്രസന്റ് ആയിരിക്കുന്നുള്ളൂ. അതിന്റെ മാസ് 2 ആണ്. അപ്പൊ എന്റെ കയ്യിൽ ഹൈഡ്രജൻ 2 ഉണ്ട്.
ഒരാളുടെ മാസ് 1ഉം മറ്റേയാളുടെ മാസ് 2ഉം. പക്ഷെ 99.9% 1 ആണ് നമുക്ക് തരുന്നത്. 0.015 മാത്രമേ നമുക്ക് 2 തരുന്നുള്ളൂ. അപ്പൊ എനിക്കറിയാം എൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ക്ലോസ് ടു 1 ആയിരിക്കണം. ബിക്കോസ് അതാണ് 99% തരുന്നത്. 1നോട് ക്ലോസ് ആയിരിക്കുന്ന വാല്യൂ 1 മാത്രമേ ഉള്ളൂ. ചെയ്തു നോക്കാതെ നമ്മൾ ഇതിന്റെ ആൻസർ പറയും ബി. ഇവിടെ നമുക്ക് ചെയ്തു നോക്കാതെ ആൻസർ പറയാൻ പറ്റും. സോ ഇറ്റ്സ് വെരി ഈസി. അപ്പൊ ആ രീതിയിൽ തന്നെ സീ ദ ക്വസ്റ്റ്യൻ ഹിയർ, ആ രീതിയിൽ തന്നെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ദി ആവറേജ് മോളാർ മാസ് ഓഫ് ക്ലോറിൻ ഈസ് 35.5. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ക്ലോറിൻ 35 to chlorine 37 in naturally occurring chlorine? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ക്ലോറിൻ 35ന്റെ അബണ്ടൻസ് X% ആണെന്ന് വിചാരിക്കാം. എങ്കിൽ ക്ലോറിൻ 37 എത്രയാ? ടോട്ടൽ 100% ആണ്. X% ക്ലോറിൻ 35 ആണെങ്കിൽ 100 - X ആയിരിക്കും ക്ലോറിൻ 37ന്റെ പെർസെൻറ്റേജ്. ആവറേജ് മാസ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. ഒന്നാമത്തെ ആളുടെ മാസ് ഇൻറ്റു അതിന്റെ അബണ്ടൻസ് പ്ലസ് രണ്ടാമത്തെ ആളുടെ മാസ് ഇൻറ്റു അതിന്റെ അബണ്ടൻസ് അല്ലേ, ബൈ 100. ഇത് നമുക്ക് ചെയ്യാം. അപ്പൊ ആവറേജ് മാസ് ഓൾറെഡി 35.5 ഗ്രാം എന്ന് നമുക്ക് തന്നിരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 35x പ്ലസ് 3700 മൈനസ് 37x ബൈ 100. 100 അപ്പോഴത്തേക്ക് പോയി. വേഗം നിങ്ങൾ കണ്ടുപിടിച്ച് എത്ര കിട്ടുന്നു എന്ന് പറയൂ. 35x മൈനസ് 37x ഒക്കെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് 3700 കിട്ടി. or 2x is equal to or x is equal to 150 by 2 which is equal to 75%. അപ്പൊ x കിട്ടി കഴിഞ്ഞു. എടാ x എന്ന് പറയുന്ന ആള് 75% ആണെങ്കിൽ അടുത്തയാൾ എത്രയായിരിക്കും? 100 - X 25%. അപ്പൊ ഇതിന്റെ റേഷ്യോ ക്ലോറിൻ 35ന്റെയും ക്ലോറിൻ 37ന്റെയും അബണ്ടൻസിന്റെ റേഷ്യോ 75/25 which is 3/1. So 3:1. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പൊ ഇതില് പ്രോബ്ലംസ് ഓറിയന്റഡ് ആയിട്ട് വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ആർക്ക് വഹിക്കുന്നുണ്ട്? ആവറേജ് മാസ്. ആവറേജ് മാസ് നമുക്ക് ഐസോടോപ്പുകൾ വരുന്ന സമയത്താണ് എടുക്കേണ്ടത്. ചിലതിൽ നമ്മൾ ഇതേപോലെ ഇക്വേഷൻ വെച്ച് ചെയ്യണം. പക്ഷെ ചിലതിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ക്ലോസസ്റ്റ് വാല്യൂ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മോൾ കോൺസെപ്റ്റ്. അപ്പൊ മോൾ കോൺസെപ്റ്റില് ഒരു മോൾ എന്ന് പറയുന്നത് നമുക്കറിയാം അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് 1 മോൾ. ഇപ്പൊ 1 മോൾ എന്ന് പറയുന്നത് ലെറ്റസ് സേ ഒരു പാക്കറ്റാണ്. ആ പാക്കറ്റില് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് അവഗാഡ്രോ നമ്പർ? 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ആണ് 1 മോൾ. എല്ലാ 1 മോൾ സബ്സ്റ്റൻസിലും ഇത്രയും പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് നമ്പറിന്റെ കണക്കിലാണ് അവഗാഡ്രോ നമ്പർ പറയാ. മാസിന്റെ കണക്കിൽ നമ്മൾ എങ്ങനെ പറയും? ആറ്റംസിനെയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അത് അറ്റോമിക മാസിന് ഈക്വൽ ആണ്, ഗ്രാം അറ്റോമിക മാസിന്. മോളിക്യൂൾസിനെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു മോൾ എന്ന് പറയുന്നത് ആ മോളിക്യുലാർ മാസിന് ഈക്വലന്റ് ആണ്. ഓക്കെ, ആറ്റങ്ങളാണെങ്കിൽ ആറ്റത്തിന്റെ മാസ് ആയിരിക്കും ഉണ്ടാവുക, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾസിന്റെ മാസ് ആയിരിക്കും ഉണ്ടാവുക. വ്യത്യാസമേ ഉള്ളൂ. ഒരു മോളിൽ എപ്പോഴും സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഇങ്ങനെ ഒരു മോളിന്റെ മാസിനെയാണ് മോളാർ മാസ് എന്ന് നമ്മൾ പറയാം. അപ്പൊ മോളാർ മാസ് എന്ന് നമുക്ക് ജനറലി പറയാം. ഒരു മോളിന്റെ മാസ് മോളാർ മാസ് ആണ്. അപ്പൊ മാസ് നമ്മൾ പറഞ്ഞു. ആറ്റങ്ങളാണെങ്കിൽ അറ്റോമിക മാസ്, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യുലാർ മാസ്. അങ്ങനെ ഓർക്കാം. ഇനി നമ്മൾ ഇതിന്റെ വോള്യം ആണ് എടുക്കുന്നതെങ്കിൽ അതിനെ മോളാർ വോള്യം എന്നാണ് പറയാ, വിച്ച് ഈസ് 22.4 ആയിട്ട് നമ്മൾ എടുത്താൽ മതി STP കണ്ടീഷൻസിൽ. അപ്പൊ ഒരു മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് വിൽ ഹാവ് 22.4 liters അറ്റ് STP. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ അപ്പൊ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് പഠിക്കേണ്ടത്. മാസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ മാസ് ബൈ മോളാർ മാസ്, നമ്പർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബൈ അവഗാഡ്രോ നമ്പർ, വോള്യം അറ്റ് STP ആണെങ്കിൽ വോള്യം അറ്റ് STP ഇൻ ലിറ്റേഴ്സ് ബൈ 22.4 liters. ഈ പറയുന്ന ആൾക്കാരെയാണ് പഠിക്കേണ്ടത്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര പാക്കറ്റുകളാണ് ഉള്ളത് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. കാരണം നമ്പർ ഓഫ് മോൾസ് വെച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് കോൺസെപ്റ്റുകൾ മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്യുക. ലെറ്റ് us see the question here. The weight of a molecule
of the compound C60H122 is weight of a molecule. ഒരു മോളിക്യൂളിന്റെ വെയിറ്റ് പറഞ്ഞാൽ മതി. അപ്പൊ എൻ്റെ കയ്യിൽ C60H122 ആണ്. C60 എന്ന് പറയുന്നത് 60 കാർബണുകളുടെ മാസും 122 ഹൈഡ്രജനുകളുടെ മാസും കൂടി ആഡ് ചെയ്താലാണ് ഇവരുടെ മാസ് കിട്ടുക. കാരണം അത്ര ആൾക്കാരുണ്ട്. 60 കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന്റെ അറ്റോമിക മാസ് 12 U ആണ്, നമ്മൾ അറിയാൻ നിർബന്ധിതരാണ്. പ്ലസ് 122 ഇൻറ്റു ഹൈഡ്രജൻ്റെത് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 720 പ്ലസ് 122 വിച്ച് ഈസ് 2, 4, 8 842 ആണ് നമുക്ക് കിട്ടിയ മാസ്. അത് 842 ഗ്രാം ആണോ? അല്ല. ഒരു മോളിന്റെ മാസ് ആയിരുന്നുവെങ്കിൽ നമുക്കതിനെ മോളിക്കുലാർ മാസിന്റെ കൂടെ ഗ്രാം കൊടുത്താൽ മതി. 842 ഗ്രാം ആണ്. എന്നാൽ ഇത് ഒരു മോളിക്യൂളാണ്, മോളല്ല. ഒരു മോളിക്യൂൾ ആകുമ്പോൾ 842 U എന്നേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അതിന് അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഗ്രാമിലൊക്കെ കിട്ടുക. അപ്പൊ 842 U എന്ന് പറയുന്നത് 842 ഇൻറ്റു 1.66056 ഇൻറ്റു 10⁻⁻24 ഗ്രാം. അപ്പൊ 23 ഗ്രാം വന്നത് നമുക്ക് ഓൾറെഡി പോയി. ഇനി ഏകദേശം നോക്കിയാൽ മതി. 10 എത്ര കിട്ടും? 842 ഇൻറ്റു 1.6. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അറൌണ്ട് 1.4 ഇൻറ്റു 10⁻21 കിട്ടും. യു ഗെറ്റ് ഓപ്ഷൻ ബി. ഓക്കെ. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ മാസ് മോളിക്കുലാർ മാസ് ആണ്. അത് 842 ഗ്രാം ആണ്. എന്നാൽ ഒരു മോളിന്റെ മാസ് 842 U ആണ്. ചെറിയ മാസ്. ഒരു മോളിന്റെ മാസാണ് ഗ്രാമിൽ പറയാം. കേട്ടോ? അത് ബി ആണ് ആൻസർ. അതിൽ കൺഫ്യൂഷൻസ് വരുന്നില്ലല്ലോ. സോ യുവർ ആൻസർ വിൽ ബി ബി. വെരി ഈസി. പിന്നെ ഇതിൽ വരുന്ന എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യം വിച്ച് ഹാസ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഇതിൽ ഏതിലേ ഉള്ളേ എന്നുള്ള ചോദ്യം വരും. നമുക്കറിയാം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്പർ ഓഫ് മോൾസ് കൂടുന്നു എന്നാണ്, അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് മോൾസ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടും. നമ്പർ ഓഫ് മോൾസ് നോക്കിയാൽ മതി. ഒന്നാമത്തതിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മാസ് തന്നു. മാസ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. സോ ദാറ്റ് ഈസ് 44 ബൈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എത്രയാ? കാർബൺ 12, 2 ഓക്സിജൻ 32. സോ ദാറ്റ് ഈസ് 44 ഇറ്റ് സെൽഫ്. ഇറ്റ് ഈസ് 1 മോൾ. 1 മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസാ. രണ്ടാമത്തെ ആള് 48 ഗ്രാം O3 ആണ്. സോ മാസ് ബൈ മോളാർ മാസ് ചെയ്യുമ്പോൾ മാസ് 48 ഗ്രാം ആണ്. O3യുടെ മോളാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ 3 ഓക്സിജൻ. ഇറ്റ് ഈസ് അഗെയിൻ 48. സോ ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു 1 മോൾ വിച്ച് ഈസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. പിന്നെ എടുക്കേണ്ടത് 8 ഗ്രാം ഹൈഡ്രജൻ ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് മാസ് ബൈ ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ്. മോളിക്യൂൾ 2 ആണ്. സോ ദാറ്റ് ഈസ് 4 മോൾ. 4 മോൾ എന്ന് പറയുന്നത് 4 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അടുത്തയാളെ എടുക്കുന്നു. നമ്പർ ഓഫ് മോൾസ് ഓഫ് SO2 എന്ന് പറയുന്നത് മാസ് ബൈ SO2ന്റെ മാസ്. സൾഫർ 32, 2 ഓക്സിജൻ 32. അപ്പൊ 64 തന്നെ കിട്ടും. 1 മോൾ. സോ ദാറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്, മാക്സിമം നമ്പർ ഓഫ് മോൾസ് ഉള്ള ഓപ്ഷൻ സി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ചെയ്യാന്നുള്ളതാണ്. ലെറ്റ് us see this question. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ എത്ര പറയും? The number of molecules in 16 gram of methane is. What is the number of molecules in 16 gram of methane? It's very easy. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ അവഗാഡ്രോ നമ്പർ ആണെന്ന് നമുക്കറിയാം. Therefore number of molecules is equal to number of moles into അവഗാഡ്രോ നമ്പർ ആണ്. നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കുക. മാസ് തന്നാൽ നമ്മൾ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? മാസ് ബൈ മോളാർ മാസ്. മീഥേനിന്റെ ഫോർമുല എന്താ? അത് ശ്രദ്ധിക്കണേ. ചില കോമ്പൗണ്ടുകളിലെ പേരുകൾക്ക് പകരം മീഥേൻ എന്ന് തരിക. സോ ദാറ്റ് ഈസ് CH4. അപ്പൊ നമ്മളിവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥേൻ എന്ന് പറയുന്നത് മാസ് ബൈ മോളാർ മാസ് വെച്ച് നോക്കുമ്പോൾ
16 gram by 16 ആണ്, which is equal to 1 mole, right? 1 mole എന്ന് പറഞ്ഞാൽ അവിടെ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. യു ഗെറ്റ് ഓപ്ഷൻ സി. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ സി ആയിരിക്കും അതിൽ ആൻസർ ആയിട്ട് വരിക. റെഡി? ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന മോളിക്യൂൾസിലൊക്കെ നമ്പർ ഓഫ് മോൾസ് ആണ്. ചില സമയത്ത് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് വരും, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള നമ്പർ ഓഫ് മോളിക്യൂൾസുമായി അറ്റോമിസിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ CH4 5 ആറ്റംസ് ഉണ്ട്, 1 കാർബണും 5 ഹൈഡ്രജനും. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അറ്റോമിസിറ്റി വെച്ച് നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത് എന്നുള്ളത് ശ്രദ്ധിക്കുക. സോ ദിസ് ഈസ് എൻ ഈസി ക്വസ്റ്റ്യൻ. The volume occupied by 4.4 gram of carbon dioxide at STP. വോള്യൂം ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് തന്നിരിക്കുന്നു. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മാസ് ബൈ മോളാർ മാസ്, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു വോള്യൂം അറ്റ് STP ബൈ 22.4 liters. മാസ് എന്ന് പറയുന്നത് 4.4 gram ഡിവൈഡഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് എത്രയാ? കാർബണും ഓക്സിജനും കൂടി ആഡ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ ആൻഡ് ഓക്സിജൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 44 എന്ന് കിട്ടും. വോള്യൂം അറ്റ് STP ബൈ 22.4. സോ വാട്ട് ഈസ് യുവർ ആൻസർ? You get 1 by 10. So V is equal to 22.4 by 10, which is equal to 2.24 liters. You get again C. C is your answer. Very easy. If Na is Avogadro's number, then number of valence electrons in 4.2 gram of nitride ions N3 minus. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. Na is Avogadro's number. Then the number of valence electrons in 4.2 gram of nitride ions. അതെന്താ സംഭവം? നൈട്രജന്റെ അയോൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, നൈട്രൈഡ് അയോൺ. അപ്പൊ ആദ്യം നമുക്ക് എത്ര നൈട്രജൻ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചൂടെ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. മാസ് തന്ന മാസ് ബൈ മോളാർ മാസ് ആണ്. 4.2 ബൈ നൈട്രജന്റെ മാസും നൈട്രജൻ അയോണിന്റെ മാസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം നൈട്രജനിലേക്ക് 3 ഇലക്ട്രോണിനെ കൊടുക്കുമ്പോഴാണല്ലോ നൈട്രജൻ അയോൺ ഉണ്ടാവുക. ഇലക്ട്രോൺസിന് കാര്യമായ മാസമൊന്നുമില്ല, നെഗ്ലിജിബിളാ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 4.2 ബൈ നൈട്രജന്റെ മാസ് നമുക്ക് ആലോചിക്കാം. നൈട്രജന്റെ മാസ് എത്രയാ? 14. അപ്പൊ 0.3 മോള് കിട്ടും. അതിന്റെ പാർട്ടിക്കിൾസിന്റെ എണ്ണം എത്രയാ? അപ്പൊ നമ്പർ ഓഫ് നൈട്രൈഡ് അയോൺസ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇത്രയും ആൾക്കാരുണ്ട് അല്ലേ? 0.3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇല്ല, കോൺസെൻട്രേഷൻ ടേംസ് നമുക്ക് സൊല്യൂഷനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. 0.3 ഇൻറ്റു അവഗാഡ്രോ നമ്പറാണ് നമുക്ക് കിട്ടുക. റെഡി? ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ടോട്ടൽ എത്ര അയോൺ ഉണ്ട് എന്നുള്ളതല്ല ചോദ്യം. ടോട്ടൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കണമെങ്കിൽ N3 മൈനസിൽ എത്ര ഉണ്ട് എന്ന് അറിയണം. എത്രയാണ് N3 മൈനസിൽ നമുക്ക് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവുക? നൈട്രജന്റെ വാലൻസ് ഷെല്ലിൽ 15ാമത്തെ ഗ്രൂപ്പിലാണ് നൈട്രജൻ. 15ാമത്തെ ഗ്രൂപ്പിൽ നുണ പറഞ്ഞ അശ്വതി സാമ്പാറിൽ വീണ് ഓർമ്മയില്ലേ? 15ാമത്തെ ഗ്രൂപ്പിൽ വരണമെങ്കിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിലേക്ക് 3 ഇലക്ട്രോൺസ് കൂടി ആഡ് ചെയ്തു, 3 മൈനസ്. അപ്പൊ 8 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിൽ ഉണ്ടാവുക. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ചോദിച്ചാൽ 0.3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു 8 അത്രയേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.4 അവഗാഡ്രോ നമ്പർ. Your answer will be option B. കേട്ടോ? അതാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്ന നല്ലത് അശ്വിൻ. മാക്സിമം മനസ്സിലാക്കി ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക കേട്ടോ. ചോദ്യങ്ങൾ വേഗം കൂടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. എടാ ഇത് നോക്കിയേ. How many moles of magnesium phosphate Mg3PO4 twice will contain 0.25 mole of oxygen atoms? ഇതാണ് നമ്മുടെ ചോദ്യം. How many moles of magnesium phosphate Mg3PO4 twice will contain a 0.25 mole of oxygen atoms? Mg3PO4 twiceൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, 1 മോൾ മെഗ്നീഷ്യം ഫോസ്ഫേറ്റിൽ തന്നെ 4 × 2 8 മോൾ ഓക്സിജൻ ആറ്റം ഉണ്ട്.
ശരിയല്ലേ? 8 മോൾ ഓക്സിജൻ ആറ്റം ഉണ്ട്. 4 × 2 8 ഒരു കോമ്പൗണ്ടിൽ 8 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 8 മോൾ ഓക്സിജൻ ആണ് 1 മോൾ കോമ്പൗണ്ടിൽ ഉള്ളത്. എങ്കിൽ 1 മോൾ ഓക്സിജനോ 1/8 മോൾ കോമ്പൗണ്ടിൽ ഉണ്ടാവും. എനിക്ക് 0.25 മോൾ ഓക്സിജനാണ് വേണ്ടേ. സോ ദാറ്റ് ഈസ് 0.25 × 1/8 മോൾ അല്ലേ? അപ്പം എനിക്കത് എത്രയാണ് കിട്ടുക? വിച്ച് ഈസ് ഈക്വൽ ടു 0.1824 0.031 ഒക്കെ കിട്ടും. ഓക്കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.1 × 10⁻². യു ഗെറ്റ് ഓപ്ഷൻ ഡി. യു ആർ ഗെറ്റിംഗ് ഓപ്ഷൻ ഡി, റൈറ്റ്? അപ്പം അങ്ങനെ ഒരു കോമ്പൗണ്ടിൽ അത് അറ്റോമിസിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിലൂടെ മനസ്സിലാക്കുക. അപ്പം നിങ്ങളിവിടെ നോക്കിയേ, 1 മോൾ മെഗ്നീഷ്യം ഫോസ്ഫേറ്റിൽ 3 മോൾ മെഗ്നീഷ്യം ഉണ്ട്, 2 മോൾ ഫോസ്ഫറസ് ഉണ്ട്, 8 മോൾ ഓക്സിജൻ ഉണ്ട്. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക. അത് ഇതിന്റെ ബേസിക് ആയിരിക്കുന്ന റിക്വയർമെന്റ് ആണ്. ഇപ്പൊ JEE എക്സാമിനേഷന് നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇന്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ കണ്ടേ. അപ്പൊ നോക്കിയേ, നമ്പർ ഓഫ് മോൾസ് ഡയറക്റ്റ് കാണുന്ന ചോദ്യങ്ങൾ വരുന്നു. ദി നമ്പർ ഓഫ് നൈട്രജൻ ആറ്റംസ് ഈസ് 681. നോക്കിയേ, ഓഫ് gram of C7H5N3O6 is x into 10⁻21 and what is the value of x? നോക്കിയേ, നമ്പർ ഓഫ് മോൾസ് കാണുന്ന, നമ്പർ ഓഫ് ആറ്റംസ് കാണുന്ന ചോദ്യം അത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കയ്യിൽ ഒരു മോളിക്യൂളാ തന്നിരിക്കുന്നത്. ഇപ്പൊ മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് ചെയ്തതുപോലെ മോളിക്യൂളാ തന്നെ. ഞാൻ ആദ്യം മോളിക്യൂൾ എത്രയുണ്ട് നോക്കണ്ടേ? 681 gram മോളിക്യൂളാ തന്നെ. ആദ്യം നമുക്കത് എത്ര നമ്പർ ഓഫ് മോൾസ് ആണെന്ന് കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് കോമ്പൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. മാസ് തന്നിട്ടുണ്ട്. മാസ് ബൈ മോളാർ മാസ്. 681 ബൈ മോളാർ മാസ് തന്നില്ല, കണ്ടുപിടിക്കണം. 7 കാർബൺ, 5 ഹൈഡ്രജൻ, 3 നൈട്രജൻ, 6 ഓക്സിജൻ. ഇതിൻ്റെയൊക്കെ മാസ് കണ്ടുപിടിക്കാം. എത്ര കിട്ടുക? 7 കാർബൺ 7 × 12 അപ്പോൾ 84. 5 ഹൈഡ്രജൻ 5, 3 നൈട്രജൻ 3 × 14 3 12 42. 6 ഓക്സിജൻ 6 × 16 6 6 36 96. അപ്പോൾ എത്ര 6 10 6 4 10 15 16 17 ഒന്ന് ബാക്കി 9 10 18 22 227. 2 4 6. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 മോൾ കോമ്പൗണ്ട് എനിക്ക് കിട്ടി. 3 മോൾ കോമ്പൗണ്ടാണല്ലേ. 3 മോൾ കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. +2 മാത്രം 75% ക്രൈറ്റീരിയ ആണടാ. JEE മെയിൻ എല്ലാവർക്കും എഴുതാൻ പറ്റും, അതാ ശ്രദ്ധിക്കേണ്ടത്. JEE മെയിന് 75% ക്രൈറ്റീരിയ എന്നല്ല. JEE മെയിൻ എല്ലാവർക്കും എഴുതാം. അതിൽ JEE മെയിനിൽ നല്ല സ്കോർ വെച്ചിട്ടാണ് അഡ്മിഷൻസ് നടക്കുക. അതിൽ NITസിലൊക്കെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ 75% +2 മാത്രമായിട്ട് ഉണ്ടാവണം. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇംഗ്ലീഷ്, ഇത്രയും 5 വിഷയങ്ങൾക്ക് ചേർന്ന് ഓവറോൾ 75 ഉണ്ടാകണം. 75 ഇല്ലാതെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ക്യാമ്പസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ എനിക്കൊന്ന് 65-68% ഒക്കെ മതിയാവും. റെഡി? അപ്പം നോക്കിയേ, 3 മോൾ കോമ്പൗണ്ട് എന്തായാലും ഉണ്ട്. മാത്രമല്ല എനിക്കറിയാം 1 മോൾ കോമ്പൗണ്ടിലാണെങ്കിൽ 3 മോൾ നൈട്രജൻ ഉണ്ട്. 1 മോൾ കോമ്പൗണ്ടിൽ 3 മോൾ നൈട്രജൻ ഉണ്ട്. അപ്പം എൻ്റെ കയ്യിൽ 3 മോൾ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ 9 മോൾ നൈട്രജൻ ഉണ്ട്. ആയി കഴിഞ്ഞില്ലേ? ഇനി നമ്പർ ഓഫ് നൈട്രജൻ ആറ്റംസ് അല്ലേ. നൈട്രജൻ ആറ്റംസ് 9 മോൾ എന്ന് പറഞ്ഞാൽ 9 × അവഗാഡ്രോ നമ്പർ. അതെത്രയാ? 6.02 × 10⁻23. അല്ലേ? ഇതാണ് × 10⁻21. അപ്പൊ ഇൻഡിജർ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ നമുക്ക് കറക്റ്റ് കിട്ടി 5418. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അതങ്ങനത്തെ ഇഷ്ടം പോലെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഇപ്പം മറ്റൊരു എക്സാമ്പിൾ നോക്ക്. ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 8 gram ഓഫ് സോഡിയം ഈസ് x × 10⁻23. 8 gram സോഡിയം ഉള്ളത്. വാല്യൂ ഓഫ് എക്സീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 8 gram സോഡിയത്തിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ് x × 10⁻23. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കുന്നു. സോഡിയത്തിൻ്റെത് മാസ് ബൈ മോളാർ മാസ് വിച്ച് ഈസ് 8/23 മോൾ.
മോള് കിട്ടി. അത് സോഡിയം എന്ന് പറയുന്നത് ആറ്റം തന്നെയാണ്. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് എടുക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണ്. അവഗാഡ്രോ നമ്പർ 6.02 ഇൻറ്റു 10⁻23 എന്ന് നമ്മൾ ചെയ്യണം. ഓക്കെ, ഒരെട്ടെട്ട് 16 48 ഇൻറ്റു 10⁻23 തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ 48.16/23. ഇതെന്തായാലും 2 ആയിരിക്കും ആൻസർ. 48.16 23. അപ്പോൾ രണ്ടെണ്ണം ചെയ്യുമ്പോഴേക്ക് തന്നെ 46 ആയി. 2.16 ബാക്കി. അപ്പോൾ നമ്മൾ പോയിന്റ് ഇട്ടു അല്ലേ. 21 എന്തായാലും പോവില്ല, 0 ഇട്ടു. 216 ഏകദേശം ഒരു 9 പ്രാവശ്യമൊക്കെ പോകും. അപ്പോൾ 2.09 എന്നൊക്കെ ആൻസർ കിട്ടുക. അതിന് റൗണ്ട് ഓഫ് ചെയ്യണം. എക്സ് എന്ന് പറയുന്നത് 2.09 ആണ്. ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 2 ആയിട്ട് നമ്മൾ എടുക്കണം. സോ യുവർ ആൻസർ വിൽ ബി 2. വെരി ഈസി. അപ്പം ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചോദ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കണം. ആ പാറ്റേണിൽ JEEക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് പല ഷിഫ്റ്റുകളിൽ നിങ്ങൾക്ക് കാണാം. ഹിയർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. വേഗം ചെയ്തു നോക്കാം നമുക്ക്. The number of chlorine atoms in 20 ml of chlorine gas at STP is dash into 10⁻21. Round off to the nearest integer and assume chlorine is an ideal gas. At STP R value തന്നു, NAയുടെ വാല്യൂ നമുക്ക് തന്നു. ഇതാണ് ചെയ്യേണ്ടത്. Number of chlorine atoms in 20 ml at STP. Number of moles നമുക്ക് കണ്ടുപിടിക്കാം. Volume at STP by 22.4. So this is 20 ml. ml-നെ ലിറ്ററിലേക്ക് മാറ്റണേ. by 22.4. ഇത് നമുക്ക് കിട്ടി. ക്ലോറിൻ എന്ന് പറയുന്നത് Cl2 ആ. ഞാൻ അതുകൊണ്ട് നമ്പർ ഓഫ് ആറ്റംസിലേക്ക് മാറ്റുമ്പോൾ 20/22.4 ഇൻറ്റു 10⁻³ മോളിനെ ഞാൻ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യുമ്പോൾ അത്രയും മോളിക്യൂൾസ് ആയിട്ട് മാറും. ഇൻറ്റു 2 കൂടി ചെയ്താലേ ആറ്റംസ് കിട്ടുള്ളൂ. കാരണം അറ്റോമിസിറ്റി വെച്ച് മൾട്ടിപ്ലൈ കൂടി ചെയ്യണം. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11.2. അവിടുന്ന് 1 പോയി 5.6. അപ്പോൾ ഇത് രണ്ടും കൂടി പോകുമ്പോഴേക്ക് പിന്നെ 10 കൂടി വരുമ്പോൾ 10⁻21 ആയി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കിട്ടുന്ന 6.023/5.6 ആണ്. which is 1 point something, right? into 10⁻21. Definitely നമുക്ക് കിട്ടുക ആദ്യം ഒന്ന് 5.6 പോവും. 0.4 ആണ് ബാക്കി, അതിൽ പോവില്ല. 0.42. അപ്പോൾ 4.2 ആയി. അപ്പോൾ 42ലേക്ക് പോയി അല്ലേ. സോ വാട്ട് ഈസ് യുവർ ആൻസർ യു ആർ ഗെറ്റിംഗ്? അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 1 point something ആണ്. റൗണ്ട് ഓഫ് ചെയ്ത് നമ്മൾ എഴുതണം. സോ 1 ഈസ് യുവർ ആൻസർ. യെസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണുന്നത് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് ആറ്റംസ്, അറ്റോമിസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ആ കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്താൽ ഫർദർ ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അടുത്ത ഭാഗം പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആണ്. അടുത്തത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷനിൽ ഞാനിപ്പോൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം ഹൈഡ്രജൻ ഉണ്ട്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കിതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അപ്പോൾ പെർസെൻറ്റേജ് എപ്പോഴും പറയുന്നത് പോലെ ടോട്ടലിൽ എത്രയാണോ ഇൻറ്റു 100. സോ വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഇൻ H2O എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ഉള്ള മാസ് ബൈ H2Oൻ്റെ മാസ് ഇൻറ്റു 100. 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ 2 ഹൈഡ്രജൻ്റെ മാസ്. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആണല്ലേ, അതിൻ്റെ മാസ് ബൈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് ഇൻറ്റു 100. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷനെ നമ്മൾ മനസ്സിലാക്കി കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കണേ. എ കോമ്പൗണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 elements A and B ഈസ് ഫൗണ്ട് ടു കണ്ടെയ്ൻ 25% A and 75% B. എയുടെ അറ്റോമിക് മാസ് 12.5ഉം ബിയുടെ അറ്റോമിക് മാസ് 37.5 ആണ്. വാട്ട് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 100ലുള്ള കണക്കാണ് പെർസെൻറ്റേജിൽ തരിക. പെർസെൻറ്റേജ് എപ്പോഴും അങ്ങനെയാണ്. 25% A ഉണ്ട് എന്ന് പറഞ്ഞാൽ 25 ഗ്രാം A ഉണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. 100ലാണെങ്കിൽ 25 ഗ്രാം A ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് A കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ അറ്റോമിക് മാസ് ചെയ്യുന്നു.
which is 25 by 12.5. അപ്പോൾ എനിക്ക് 2 എന്ന് കിട്ടി. 2 A ഉണ്ടെന്ന് മനസ്സിലായി. A 2 എണ്ണം ഉണ്ടാകുന്ന സമയത്ത് B എത്രയുണ്ട്? ബിയുടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ അറ്റോമിക് മാസ് ചെയ്. B 75% അഥവാ 75 ഗ്രാം ഉണ്ട്. 25 ഗ്രാം A ഉണ്ടാകുന്ന സമയത്ത് B 75 ഗ്രാം ഉണ്ട്. സോ മാസ് ബൈ അറ്റോമിക് മാസ് which is equal to 2. അപ്പൊ A 2 ഉണ്ട്, B 2 ഉണ്ട്. What is the simplest formula? That is AB. It should be AB. Simplest formula is AB. ഇങ്ങനെ നമ്മുടെ ഒരു കോമ്പൗണ്ടിന്റെ സിംപ്ലസ്റ്റ് ഫോർമുല എഴുതുന്നതിനെ നമ്മൾ എംപെരിക്കൽ ഫോർമുല എന്നൊക്കെ പറയും. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് യുവർ എംപെരിക്കൽ ഫോർമുല. ഓക്കെ, ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. അതിന്റെ സൊല്യൂഷൻ ആണ് കൊടുത്തത്. ദി പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് കാർബൺ ബൈ മോൾ ഇൻ മീഥേൻ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ദി പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് കാർബൺ ബൈ മോൾ ഇൻ മീഥേൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് കാർബൺ ഇൻ മീഥേൻ എന്ന് മാത്രമാണ് ചോദ്യം ആയിരുന്നുവെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഇറ്റ് ഈസ് മാസ് ഓഫ് കാർബൺ ബൈ മാസ് ഓഫ് മീഥേൻ ഇൻറ്റു 100. ഒരു കാർബണിന്റെ മാസ് 12 ബൈ മീഥേനിന്റെ മാസ് 16 ഇൻറ്റു 100. അപ്പൊ ഇത് എത്ര കിട്ടുക? 3/4 ഇൻറ്റു 100. You will get 75%. But that is not the answer here. ജെയ്ക്ക് വരുമ്പോൾ എല്ലാവരും ഓടിക്കേറി 75%. കാരണം പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ മാസ് പെർസെൻറ്റേജ് ആണ്. എന്നാൽ ഇവിടെ വ്യക്തമായി പെർസെൻറ്റേജ് ബൈ മോൾ എന്ന് കൊടുത്തു. അപ്പൊ മാസ് അപ്ലൈ ചെയ്യരുത്. അതാ പറഞ്ഞേ, ആ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷന്റെ ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്തേ. ഇപ്പൊ നമ്മൾ ചുമ്മാ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് പെർസെൻറ്റേജ് ബൈ മാസ് ആണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ നമുക്കിവിടെ പെർസെൻറ്റേജ് ബൈ മോൾ ആണ് ആവശ്യം. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ബൈ മോൾ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഇൻ മീഥേൻ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് CH4 ഇൻറ്റു 100. ഇതാണ് മോളാണല്ലോ. അപ്പൊ ആറ്റത്തിന്റെ എണ്ണ നമ്മൾ ചെയ്യണ്ടേ? കാർബണിന്റെ നമ്പർ ബൈ ഒരു കാർബൺ ആറ്റമാണ് CH4-ലുള്ളത് ബൈ ആറ്റംസ് മീഥേനിൽ 5 ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക ഇൻറ്റു 100. So that is equal to 100 by 5 which is equal to 20%. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എണ്ണം വെച്ചിട്ടാണ് നമ്മൾ അവിടെ സംസാരിച്ചിരിക്കുന്നത്, അല്ലാതെ മാസ് വെച്ചിട്ടല്ല. അപ്പൊ ആ ഒരു സംഭവം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരും. അഗൈൻ ഇൻഡിജർ ടൈപ്പ് ചോദ്യങ്ങൾ പെർസെൻറ്റേജ് കോമ്പോസിഷനുമായിട്ട് വളരെ കോമൺ ആയിട്ട് JEEക്ക് വരാറുണ്ട്. അപ്പൊ ഇത് വെച്ച് ഇതിന്റെയൊക്കെ അടിത്തറ മോള് കണ്ടുപിടിക്കാൻ പഠിക്കുക. A protein contains 0.3% of glycine. Molecular weight is 75. The minimum molar mass of protein A is. അതാണ് ചോദ്യം. A ആണ് നമ്മുടെ കോമ്പൗണ്ട്. ആ എയുടെ മോളാർ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഗ്ലൈസീൻ എന്ന് പറയുന്നയാൾ പ്രസന്റ് ആണ്. പെർസെൻറ്റേജ് ഓഫ് ഗ്ലൈസീൻ അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഗ്ലൈസീനിന്റെ മാസ് ഇൻറ്റു ഗ്ലൈസീനിന്റെ നമ്പർ ബൈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് ഇൻറ്റു 100. ഇതല്ലേ നമ്മൾ ചെയ്യാം. ഇറ്റ് ഈസ് 0.30% ഗ്ലൈസീൻ ഈസ് ഈക്വൽ ടു ഗ്ലൈസീനിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 75 ഇൻറ്റു ഗ്ലൈസീനിന്റെ നമ്പർ തന്നില്ല, 1 ആയിട്ട് എടുക്കാം. എന്നാലേ മിനിമം മോളാർ മാസ് കിട്ടുള്ളൂ. മിനിമം ഒരു ഗ്ലൈസീൻ എങ്കിലും ഉണ്ട് ബൈ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. Therefore മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു 75 by 0.3 into 100 which is equal to 75 by 3 into 1000. So that is 25 into 10 raised to 3 gram per mole. ഗ്രാമിൽ നമ്മൾ കണ്ടുപിടിച്ചേ. അപ്പോൾ ഇവിടെ ഡാഷ് ഇൻറ്റു 10 raised to 23 എന്ന് എടുക്കുമ്പോൾ നമ്മുടെ ആൻസർ എത്രയാ? ഇറ്റ് ഈസ് 25. 225 കിട്ടുക, 25 കിട്ടുക കേട്ടോ, 25 കിട്ടുക. എനിക്ക് തോന്നുന്നത് നന്ദു യദു ആ കേസിൽ ബാച്ച് കംപ്ലീറ്റ് പർച്ചേസ് ചെയ്തവർക്ക് അത് ഓപ്പൺ ആയിട്ടുണ്ടാവും. അതായത് ആ പേയ്മെന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് പ്രോട്ടീനിന്റെ കേസിൽ പെർസെൻറ്റേജ് ഓഫ് ഗ്ലൈസിൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇൻഡിജർ ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ വരിക. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നോ വിഘ്നേഷ്, യു ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് യുവർ കാൽക്കുലേഷൻസ്. റൗണ്ട് ഓഫ് ചെയ്യുന്നതിലും കാൽക്കുലേഷൻസിലും കൂടുതൽ ശ്രദ്ധിക്കാനാണ്. സി അഗെയിൻ ആൻ ഇൻഡിജർ ക്വസ്റ്റ്യൻ. ഇൻഡിജർ ചോദ്യം, ഇൻഡിജറിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതാണ്. ബി വെരി കെയർഫുൾ. മാത്രമല്ല
ഈസി ആയിരിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. കാൽക്കുലേഷനിലാണ് നമ്മൾ ഇത്തിരി ഒന്ന് പെടുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ദിസ് കാൽക്കുലേഷൻ സ്പീഡ്. ഓക്കെ, number of hydrogen atoms per molecule of a hydrocarbon A having 85.8% carbon is given is molar mass of A ഒക്കെ തന്നിരിക്കുന്നു. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഓഫ് എ മോളിക്യൂൾ എ ഹാവിംഗ് 85.8% കാർബൺ. ഒരു ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ അതിൽ ഹൈഡ്രജനും കാർബണും ആണ് ഇപ്പോൾ ഇതിൽ പ്രസന്റ് ആയിരിക്കുന്നത്. വേറെ ഒന്നിൻ്റെയും ഡാറ്റ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കാർബൺ 85.8% ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ അല്ലേ ബാക്കി ഉണ്ടാവുക? 100ൽ ബാക്കി ഹൈഡ്രജൻ ആയിരിക്കും. എത്രയാ? 85. 86 പോയി കഴിഞ്ഞാൽ 14 ബാക്കി. അപ്പം 14.2% ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജന്റെ നമ്പറാ ചോദ്യം. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ മാസ്, അറ്റോമിക് മാസ് ഇൻറ്റു ഹൈഡ്രജന്റെ നമ്പർ ബൈ കോമ്പൗണ്ടിന്റെ മാസ് ഇൻറ്റു 100 ആ. സോ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ 14.2 ഈസ് ഈക്വൽ ടു ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ഇൻറ്റു നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കുക. അത് കണ്ടുപിടിക്കണം. ബൈ കോമ്പൗണ്ടിന്റെ മാസ് 84 ഇൻറ്റു 100. സോ എക്സ് ഈസ് ഈക്വൽ ടു 14.2 ഇൻറ്റു 84 ബൈ 100. ഇത് അറൗണ്ട് എത്ര വരുന്നു നമ്മൾ ചെക്ക് ചെയ്യുന്നു. സോ ദിസ് ഈസ് 50, ദിസ് ഈസ് 42, ദിസ് ഈസ് 25, ദിസ് ഈസ് 21. 21 ബൈ 25 ഞാൻ ചെയ്താൽ 9 കൊടുക്കുന്നു. 95, 45, 4 അപ്പോഴും നമുക്ക് കിട്ടില്ല. 0.8. 14.2 ഇൻറ്റു 0.8 ഒക്കെയാണ് നമുക്ക് വരിക. 200 അല്ലേ? അപ്പോൾ 10 ബാക്കി. 0.84 റെഡി. 0.84 ഇൻറ്റു 14.2 നമ്മൾ ചെയ്യുന്നത് എത്ര ഇട്ട് വരുന്ന? 24. നമ്മളത് സോൾവ് ചെയ്യാണ്. 4 ഇൻറ്റു 2 8 ആണ്. 4 16 1 ബാക്കി 4 7 8 8 16 1 ബാക്കി 4 32 33 8 9 11. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 12 12 11 12. യു ആർ ഗെറ്റിംഗ് 12. എക്സ് ഈസ് 12. ഹൈഡ്രജന്റെ നമ്പേഴ്സ് കിട്ടി 12 ആണ്. അപ്പൊ ഇങ്ങനെ പെർസെൻറ്റേജ് അതിൽ ഐഡിയ എന്താ? കാർബണിന്റെ പെർസെൻറ്റേജ് തന്നെ നമ്മൾ ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു, അത്രയേ ഉള്ളൂ. അപ്പൊ പെർസെൻറ്റേജ് കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നു. കെയർഫുൾ ആയിട്ട് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, എംപെരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. സോ നെക്സ്റ്റ് എന്ന് പറയുന്ന ആള് പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ എംപെരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്തതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു കോമ്പൗണ്ടിന്റെ ആക്ച്വൽ ഫോർമുലയാണ് മോളിക്കുലാർ ഫോർമുല, അല്ലേ? ഒരു കോമ്പൗണ്ടിന്റെ ആക്ച്വൽ ഫോർമുലയാണ് മോളിക്കുലാർ ഫോർമുല. സിംപ്ലസ്റ്റ് ഫോർമുലയാണ് എംപെരിക്കൽ ഫോർമുല. ഫോർ എക്സാമ്പിൾ, ഇത് C3 എന്നായിരിക്കണേ, അത് ടൈപ്പിംഗ് എററാണ്. C3H6O3 എന്നൊരു കോമ്പൗണ്ടിനെ എടുക്കുന്നു. അതിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്ത CH2 എന്ന് കിട്ടി. അപ്പൊ എംപെരിക്കൽ ഫോർമുല സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. അഥവാ എംപെരിക്കൽ ഫോർമുലയെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വൽ ഫോർമുല കിട്ടും. ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വൽ ഫോർമുല കിട്ടും. അപ്പൊ നമ്പർ 1 ആകാം, 2 ആകാം, 3 ആകാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വൽ ഫോർമുല നമുക്ക് കിട്ടും. നമുക്കൊരാളുടെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ ചോദ്യം വരും. അപ്പൊ എംപെരിക്കൽ ഫോർമുലയെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ആ നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് മോളാർ മാസ് ബൈ എംപെരിക്കൽ ഫോർമുല മാസ്, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എപ്പോഴും വരുന്ന ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുന്നു. എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ നേരത്തെയുള്ള ഒരു ചോദ്യമായി നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുക? പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നാൽ അത് വെച്ച് അറ്റോമിക മാസിനെ ഡിവൈഡ് ചെയ്യുക, സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കുക. വെരി സിമ്പിൾ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ 100ലുള്ള മാസിന്റെ കണക്ക്. അപ്പൊ മാസ് ബൈ അറ്റോമിക മാസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടും. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ അറ്റോമിക മാസ് ചെയ്യുന്നു, ദെൻ വി വിൽ ടേക്ക് ദ സിംപ്ലസ്റ്റ് റേഷ്യോ. അതാണ് നമുക്ക് എംപെരിക്കൽ ഫോർമുല പറഞ്ഞു തരിക. ഓക്കെ, അപ്പൊ ഇവിടുന്ന്
ഇത് വെച്ചിട്ടും നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ലെറ്റ് us see an example. An organic substance containing carbon, hydrogen and oxygen gave the following percentage composition. Carbon 40.687%. അപ്പോൾ അത് ഞാൻ എഴുതിയേക്കാമേ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ 40.687 ആണ്. ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് 5.085 ആണ്. ഓക്സിജൻ എന്ന് പറയുന്നത് 54.228 ആണ്. പെർസെൻറ്റേജ് തന്നു. ഞാൻ അടുത്തത് സ്റ്റെപ്പിൽ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. കാർബണിന്റെ അറ്റോമിക് മാസ് 12, ഹൈഡ്രജൻ 1, ഓക്സിജൻ 16. എന്നിട്ട് ഇതിന്റെ എത്ര കിട്ടും? 40/12 ഒക്കെ ചെയ്യുമ്പോഴേക്ക് 12 × 3 36 ആണ്. അപ്പം 3 അപ്പം 4 ബാക്കി. 4 ബാക്കിയെ പിന്നെ 40 ആവും. അപ്പോൾ വീണ്ടും 3.3 എന്നൊക്കെ കിട്ടും. ഇവിടെ 5.08 എന്നുണ്ട്. 16 54/16 1 6 12 32 3 ആണെങ്കിൽ 48. അത് 3 സംതിങ് കിട്ടും അല്ലേ? യെസ്. ഇനി ഞാൻ ഇതിന്റെ സിംപ്ലസ്റ്റ് റേഷ്യോ കാണാൻ ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ശരിയല്ലേ? നമ്മൾ ഇതിന്റെ ഏറ്റവും ചെറിയ നമ്പർ വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് 1 ആണ്. 3.35 എത്രയാ? 1.5. ദിസ് ഈസ് 1. അഥവാ ദിസ് ഈസ് 2:2. അതായത് 1:2 3/2:1 ആണ്. ആക്ച്വലി എടുക്കുമ്പോൾ 2:3:2 എന്ന് വരും. സോ ദിസ് ഈസ് C2H6. 1:1.5:1 നമ്മൾ റേഷ്യോ എഴുതുമ്പോഴാണ് ഒരു നമ്പറിലേക്ക് മാറ്റണമല്ലോ. അപ്പോൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C2H6O2 എന്ന സിംപ്ലസ്റ്റ് ഫോർമുല എംപെരിക്കൽ ഫോർമുലയായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇതിലെവിടെയാ ഡൗട്ട് ഉള്ളത് ശ്രീരാഗിന് പറയാം. എടാ അതായത് നമ്മൾ ഈ ചെയ്ത പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നു കഴിഞ്ഞാൽ എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ അറ്റോമിക് മാസ് ചെയ്യുക. ഞാൻ തന്നിരിക്കുന്ന കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ എഴുതി വെക്കുന്നു. ശേഷം ഞാൻ അതിനെ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ആരെ വെച്ചാ ഡിവൈഡ് ചെയ്യേണ്ടത്? അറ്റോമിക് മാസ്. എന്നാൽ മാത്രമേ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ എയിം കാർബൺ എത്രയുണ്ട്, കാർബണിന്റെ നമ്പർ, ഹൈഡ്രജന്റെ നമ്പർ, ഓക്സിജന്റെ നമ്പർ, അത് കണ്ടുപിടിക്കണം. 40/12 നമ്മൾ സോൾവ് ചെയ്യുക. അത് കാൽക്കുലേഷൻ ആണ്. നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നു. ഹൈഡ്രജൻ ബൈ അറ്റോമിക് മാസ് സോൾവ് ചെയ്തു. ഓക്സിജന്റെ 54/16 നമ്മൾ സോൾവ് ചെയ്തു. അങ്ങനെ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് 3.3 എന്ന വാല്യൂസ് കിട്ടി. കാർബൺ 3.3ഉം ഹൈഡ്രജൻ 5.08ഉം ഓക്സിജൻ 3.3 ഉണ്ട് എന്ന് കിട്ടി. നമുക്ക് ഇവരുടെ നമ്പേഴ്സ് കിട്ടിയാൽ നമ്മൾ സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കണം. റേഷ്യോ എന്ന് എടുക്കുന്നത് എന്താണോ? H3 ആണ്. അതെ H3 ആണ്. H3 ആണ് നന്ദന. റേഷ്യോ എങ്ങനെ എടുക്കാന്നോ? എടാ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരാളുടെ റേഷ്യോ എടുക്കണമെങ്കിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഈ 3 നമ്പറുകളിൽ ഏറ്റവും ചെറിയ നമ്പർ 3.3 ആയതുകൊണ്ട് അത് വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കാർബൺ 1 കിട്ടും, ഹൈഡ്രജൻ 1.5 കിട്ടി, ഓക്സിജൻ 1 കിട്ടി. അഥവാ ഇതിനെ ഇരട്ടിപ്പിച്ച C2H3O2 എന്ന് കിട്ടും. അതാ നമ്മൾ എംപെരിക്കൽ ഫോർമുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്കിവിടെ എംപെരിക്കൽ ഫോർമുല റേഷ്യോ എടുത്തപ്പോൾ കിട്ടിയത് C2H3O2 ആണ്. ഓക്കെ, എംപെരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ എംപെരിക്കൽ ഫോർമുല മാസ്, ഇത് നന്നായി മനസ്സിലാക്കണടാ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എംപെരിക്കൽ ഫോർമുല മാസ് എന്താ? എംപെരിക്കൽ ഫോർമുലയുടെ മാസ് എന്ന് പറഞ്ഞാൽ അതിൽ 2 കാർബണും 3 ഹൈഡ്രജനും 2 ഓക്സിജനും ഉണ്ട്. എംപെരിക്കൽ ഫോർമുലയുടെ മാസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം 2 കാർബണിന്റെ മാസ് എത്രയാ? 24. 3 ഹൈഡ്രജൻ 2 ഓക്സിജൻ, ടോട്ടൽ 4 5 6 7 8 9 59.
ചോദ്യത്തില് മോളിക്യുലാർ വെയിറ്റ് ഓഫ് ദി കോമ്പൗണ്ട് തന്നു, മോളിക്യുലാർ മാസ് തന്നു 118. കാൽക്കുലേറ്റ് മോളിക്യുലാർ ഫോർമുല ചോദ്യം. മോളിക്യുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ എംപെരിക്കൽ ഫോർമുല ഇൻറ്റു മോളിക്യുലാർ മാസ് ബൈ മോളിക്യുലാർ എംപെരിക്കൽ ഫോർമുല മാസ് ചെയ്യണം. ഇതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക എന്തായാലും കേട്ടോ. മോളിക്യുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപെരിക്കൽ ഫോർമുല ഇൻറ്റു മോളാർ മാസ് ബൈ എംപെരിക്കൽ ഫോർമുല മാസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് 2 ആണ്. 2 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C4 അല്ലേ, 2 കാർബൺ ഇൻറ്റു 2 4 കാർബൺ, 3 ഹൈഡ്രജൻ ഇൻറ്റു 2 6, 2 ഓക്സിജൻ ഇൻറ്റു 2 4. സോ യുവർ മോളിക്യുലർ ഫോർമുല ഈസ് C4H6O4 എന്ന് നമ്മൾ കിട്ടും. അപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ? നമുക്കൊരാളുടെ മോളിക്യുലാർ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും JEEക്ക് ഏത് ലെവൽ ചോദിക്കുന്നതെന്ന്. ഈ ഒരു ചോദ്യം നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. കോമ്പൗണ്ട് A contains 8.7% hydrogen. Compound A contains 8.7% hydrogen. ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് 8.7, 74% കാർബൺ ആൻഡ് 17.3% നൈട്രജൻ. മോളിക്യുലർ ഫോർമുല ഈസ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നാൽ നമ്മൾ ഇവരുടെ അറ്റോമിക മാസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഹൈഡ്രജൻ്റെത് 1, കാർബൺ 12, നൈട്രജൻ 14. അപ്പോൾ ഹൈഡ്രജൻ്റെത് 8.7/1 8.7 ആണ്. കാർബണിൻ്റെത് എത്രയാണ് കിട്ടുക? 74/12, 12 ഇൻറ്റു 74/12 എടുക്കുമ്പോഴേക്ക് 12 ഇൻറ്റു 6 എത്രയാ? 72. അപ്പോൾ 6 സംതിങ് വരിക. 6.72 20 6.1 കിട്ടും. അടുത്ത നൈട്രജൻ ആണെങ്കിൽ 1 പോയിന്റ് കിട്ടുക. കാരണം 17.3 ഹരിക്കണം 40 എന്ന് പറഞ്ഞാൽ 14 പോയി കഴിഞ്ഞാൽ 3.3 ആണ്. അപ്പോൾ 33 14 2 പ്രാവശ്യം 1.2 ഒക്കെ കിട്ടും. നമ്മൾ ഇവരുടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ അറ്റോമിക മാസ് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ അറ്റോമിക മാസ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കണം. എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. 1.2 ആണ് ഇതിൽ ചെറുത്. 8.7/1.2 എത്രയാ? 87/12 ചെയ്യും. 6 അല്ല 7 പ്രാവശ്യം പോവും. യെസ് 7, ഇറ്റ്സ് 7, അറൗണ്ട് 7. ഇത് നമുക്ക് എത്ര കിട്ടി? 6.1/1.2, 61/12 നമ്മൾ ചെയ്യും. 6 72, അത് പോവില്ല. 5 ആണെങ്കിൽ 5 6 60, യെസ് 5 കിട്ടും അറൗണ്ട്. ആൻഡ് 1 എന്ന് പറഞ്ഞാൽ കാർബൺ 5, ഹൈഡ്രജൻ 7, നൈട്രജൻ 1. എംപെരിക്കൽ ഫോർമുല നമുക്ക് കിട്ടി. ഇനി മോളിക്യുലർ ഫോർമുല കണ്ടുപിടിച്ചാൽ മതി. C5H7N1 ഇതാണ് എംപെരിക്കൽ ഫോർമുല. എംപെരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? എംപെരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ എംപെരിക്കൽ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിക്കണം. 5 കാർബണിന്റെ മാസ് പ്ലസ് 7 ഹൈഡ്രജന്റെ മാസ് പ്ലസ് 1 നൈട്രജന്റെ മാസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 72 60 5 കാർബൺ 60 പ്ലസ് 7 പ്ലസ് 14 81. Molecular formula is equal to empirical formula into molecular mass by empirical formula mass. So this is C5H7N into molar mass തന്നിട്ടുണ്ടോ 162/81. അപ്പോൾ ഇത് 2 ആണ്. ഡബിൾ ആക്കി C10H14N2. So your answer will be C10H14N2. Option D. D is your answer. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതെല്ലാം JEEയുടെ ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ മോളിക്യുലർ ഫോർമുലയാണ് ചോദിക്കുന്നതെങ്കിൽ എന്തായാലും ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒന്ന് ജസ്റ്റ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് നിങ്ങൾ റെഡിയാക്കുക എന്നുള്ളതാണ്.
പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ അറ്റോമിക് മാസ് ഓരോന്നിനും കണ്ടുപിടിച്ചിട്ട് സിംപ്ലസ്റ്റ് റേഷ്യോ എടുത്താൽ മതി. അപ്പൊ അവിടെ കാൽക്കുലേഷൻസ് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ റിലേറ്റീവ് റേഷ്യോസ് എടുക്കുമ്പോൾ വളരെ എളുപ്പം അത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹൈലൈറ്റുകളിലേക്ക് വരിക. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു വാട്ട്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, ആദ്യം നമ്മള് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. മാസ് ബൈ മോളാർ മാസ് വെച്ചു. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബൈ അവഗാഡ്രോ നമ്പർ വെച്ചു. വോള്യം ഇൻ ലിറ്റേഴ്സ് അറ്റ് STP ബൈ 22.4 ലിറ്റേഴ്സ് വെച്ചോ കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ഇൻറ്റു അറ്റോമിസിറ്റി ചെയ്തു. അടുത്തതായി നമ്മൾ അതിൽ ചെയ്തിരിക്കുന്നത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് എംപെരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിച്ചു. ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാം കാൽക്കുലേഷൻ ഭാഗങ്ങൾ വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ബാലൻസ്ഡ് ഇക്വേഷൻ തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തത്. കാൽക്കുലേഷൻ ഫ്രം എ ബാലൻസ്ഡ് ഇക്വേഷൻ. അതായത് ഒരു റിയാക്ഷൻ നടക്കുന്നു, A+B ഗിവിങ് C. അപ്പൊ ഞാൻ പറയാണ് 2A+B ഗിവിങ് C. നമുക്ക് ഇവിടുന്ന് മനസ്സിലായിരിക്കുന്ന എന്താ? 2 മോൾ A ആണ്, 1 മോൾ ബിയുടെ കൂടെ റിയാക്ട് ചെയ്യുന്നു. നോക്കിയേ, 2 മോൾ A, 2A 1 ബിയുടെ കൂടെ റിയാക്ട് ചെയ്തിട്ട് 1 C ആണ് കിട്ടിയത്. അപ്പൊ ക്വസ്റ്റ്യൻ വരും, എന്റെ കയ്യിൽ 8 മോൾ A ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര മോൾ C കിട്ടിയെന്നെ? ഒരാളെ തന്നിട്ട് മറ്റൊരാളെ കണ്ടുപിടിക്കുന്നതിനെയാണ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്നത് നമ്മൾ പറയാം. ഒരാളെ തന്നിട്ട് മറ്റൊരാളെ കണ്ടുപിടിക്കുന്നതാണ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് പറയാം. ശ്രീജിത്തെ, ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡയറക്റ്റ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് ആറ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ് കേട്ടോ. അതൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്താൽ കിട്ടും. ജസ്റ്റ് വോള്യത്തിന്റെ ടേമിലുള്ള ഇക്വേഷൻ വെച്ച് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുകയാണ് നേരത്തെ ചോദ്യത്തിൽ. എനിവേ, കം ബാക്ക് ടു സ്റ്റോഷിയോമെട്രി. അപ്പൊ ഇവിടെ എളുപ്പ 2 മോൾ A 1 മോൾ C ആണെങ്കിൽ അങ്ങനെ ആലോചിക്കണ്ടേ? 1 മോൾ A നമുക്ക് ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യൂലേ, ഹാഫ് മോൾ C തരും. അപ്പൊ 8 മോൾ A 8 ഇൻറ്റു ഹാഫ് അഥവാ 4 മോൾ C തരും. 4 മോൾ C. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച പോരെ, 2 മോൾ A എടുക്കുമ്പോൾ പകുതിയാണ് C. അപ്പൊ 8 മോൾ എടുത്താൽ അതിന്റെ പകുതി 4 മോൾ കിട്ടും. നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്നതിലെല്ലാം ഒരാളുടെ ഡാറ്റയാ തന്നിട്ടുള്ളേ. അതായത് മീഥേനിന്റെ ഡാറ്റ തന്നു, അതിലെത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരാളുടെ ഡാറ്റ തന്ന് മറ്റൊരാളെ കണ്ടുപിടിക്കാനാ ചോദിച്ചേ. അതിന് ബാലൻസ്ഡ് ഇക്വേഷൻ വേണം. ഒരാളെ തന്നിട്ട് മറ്റേയാൾ എത്രയുണ്ട് എന്ന് അറിയണമെങ്കിൽ ഇക്വേഷൻ അറിയണ്ടേ? ആ ഇക്വേഷൻ നോക്കിയിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു കോമ്പൗണ്ടിന്റെ മോളാർ മാസ് നമുക്കറിയാം. മോളിക്കുലാർ മാസ് ഓഫ് എനി കോമ്പൗണ്ട് ഈസ് 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. കാരണം ചില സമയങ്ങളിൽ എസ്പെഷ്യലി എംപെരിക്കൽ ഫോർമുലയൊക്കെ കണ്ടുപിടിക്കുമ്പോൾ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ മോളാർ മാസ് നമുക്ക് വേണം. ചില സമയത്ത് വേപ്പർ ഡെൻസിറ്റി തരിക. അപ്പോൾ വേപ്പർ ഡെൻസിറ്റി മോളാർ മാസ് ബൈ 2 ആണെന്നൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. കാരണം നമുക്ക് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കേണ്ട സമയത്ത് വേപ്പർ ഡെൻസിറ്റി ഇൻറ്റു 2 ചെയ്താൽ മതി. അത് ക്വസ്റ്റ്യനിൽ തരും, തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അത്രേ ഉള്ളൂ. എപ്പോഴും വേപ്പർ ഡെൻസിറ്റി തരണം എന്നല്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു വരുന്നത് ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്നും എങ്ങനെ കണ്ടുപിടിക്കാം? കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് അയൺ വിച്ച് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഓക്സൈഡ് ബൈ ദ ആക്ഷൻ ഓഫ് 18 gram ഓഫ് സ്റ്റീം. എന്നിട്ട് ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ തരും. അത് അടുത്തതിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇവിടെ എഴുതി തരാം. ബാലൻസ്ഡ് ഇക്വേഷൻ തരും. ഒന്നുകിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഇക്വേഷൻ ആയിരിക്കും, നമ്മൾ പഠിക്കാത്ത ഇക്വേഷൻ ആണെങ്കിൽ ക്വസ്റ്റ്യന് തരും. അതിൽ ടെൻഷൻ ആവണ്ട. ഇതാണ് ഇക്വേഷൻ. Fe3O4 പ്ലസ് 4H2. യെസ്, ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. അത് മാത്രമല്ല, എന്നിട്ട് നിങ്ങൾക്ക് ബ്രാക്കറ്റിലെ അറ്റോമിക് മാസ് ഒക്കെ തരും. Feയുടെ അറ്റോമിക് മാസ് 56 ആണ്. ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ നമുക്കറിയാം. നമുക്കറിയാത്ത ഹെവി ആയിരിക്കുന്ന മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ
അവരുടെ അറ്റോമിക് മാസ് ഒക്കെ തരും. കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് അയൺ. അയണിന്റെ മാസ് കണ്ടുപിടിക്കണം. which will be converted to its oxide by the action of 18 gram of steam. steam എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. അപ്പോൾ ഒരാളെ തന്നിട്ട് H2 ആണ്, ഒരാളെ തന്നിട്ട് മറ്റേയാളെ ചോദിച്ചു. അപ്പോൾ അതിന്റെ റിലേഷൻ അറിയണ്ടേ? അതിന്റെ റിലേഷൻ അറിയണം. റിലേഷൻ എന്താ? 4 H2O ആണ് 3 അയേണിനെ ആവശ്യമായിട്ട് വരുന്നത്. 4 H2O. ഒരു H2Oന്റെ മാസ് 18 ഗ്രാമാണ്. അപ്പൊ 4 × 18, 4 H2 എന്ന് പറഞ്ഞാൽ 4 × 18 ഗ്രാം വാട്ടർ ആണ്. 3 × Feയുടെ മാസ് നമുക്ക് തന്നിരിക്കുന്നു 56 ഗ്രാം. Feയുടെ കൂടെ റിയാക്ട് ചെയ്യാം. അപ്പൊ 18 ഗ്രാം H2O ആണെങ്കിലോ ഞാൻ എന്ത് ചെയ്യണം? ഈ 4നെ വെച്ച് അപ്പുറത്തെടുത്ത് ഡിവൈഡ് ചെയ്. 3 × 56/4 ഗ്രാം Fe. അപ്പൊ നമ്മളത് സോൾവ് ചെയ്യുന്നു. 2 4ലാണെങ്കിൽ 14. So that is equal to 4 3 12 3 1 4 42 ഗ്രാം Fe. ജസ്റ്റ് അതിന്റെ റിലേഷൻ നോക്കിയാൽ മതി. 4 H2O 3 Fe റിയാക്ട് ചെയ്യുന്നു. അപ്പൊ 4 H2Oന്റെ മാസും 3 Feയുടെ മാസും. അതിൽ 18 ഗ്രാം മാത്രം മതി. അപ്പൊ ഞാൻ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ കണ്ടുപിടിക്കാം. ഇറ്റ്സ് 42 ഗ്രാം. വെരി ഗുഡ്. ദാറ്റ് ഈസ് യുവർ ആൻസർ. 42 ആണ് നമുക്ക് ആൻസർ ഈസി ആയിട്ട് പറയാൻ പറ്റും. വെരി ഗുഡ്. അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് വെച്ച് പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. 1 mole ഓഫ് മെഗ്നീഷ്യം നൈട്രൈഡ്. അതിന്റെ ഇക്വേഷൻസ് തരും. നമുക്കല്ലെങ്കിൽ എഴുതി നോക്കാമേ. മെഗ്നീഷ്യം നൈട്രൈഡ് Mg3N2 ആണ്. ഓൺ റിയാക്ഷൻ വിത്ത് എക്സസ് ഓഫ് വാട്ടർ. ഇത് ശരിക്കും നമുക്ക് മുന്നേ പഠിക്കാനുള്ളതായിരുന്നു, ഇപ്പൊ ഇല്ല. Mg ഹൈഡ്രോക്സൈഡും അമോണിയുടെ പ്രിപ്പറേഷൻ P ബ്ലോക്ക് പഠിക്കാനുള്ളതാണ്. ഇപ്പൊ ഈ പ്രിപ്പറേഷൻ ഇല്ല, JEE മെയിനിൽ. അപ്പൊ ക്വസ്റ്റ്യനിൽ തരും. ഒന്ന് ബാലൻസ് ചെയ്യട്ടെ. 3 മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കൊടുക്കണം. 3 മെഗ്നീഷ്യമായി 2 നൈട്രജനായി. H2നെ ഞാൻ ബാലൻസ് ചെയ്യണം. അപ്പോൾ 6 കൊടുക്കേണ്ടി വരും. യെസ്, ഇതാണ് നമ്മുടെ കയ്യിലുള്ള ആള്. 1 mole ഓഫ് മെഗ്നീഷ്യം നൈട്രൈഡ് വിത്ത് ആൻ എക്സസ് ഓഫ് വാട്ടർ ഗിവ്സ്. അപ്പോൾ 1 മോൾ മെഗ്നീഷ്യം നൈട്രൈഡ് ഗിവ്സ് നൈട്രിക് ആസിഡ് തെറ്റാ, അമോണിയ കിട്ടുക. എത്ര അമോണിയ തരും എന്നുള്ളതാ ചോദ്യം. ഇറ്റ്സ് വെരി ഈസി. എത്ര അമോണിയ തരും? 1 മോൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 മോൾ അമോണിയ തരും. അത്രയല്ലേ ഉള്ളൂ. ഇറ്റ്സ് 2 moles ഓഫ് അമോണിയ. അത് ബാലൻസ്ഡ് ഇക്വേഷൻ. ഒരാളെ തന്നിട്ട് മറ്റൊരാളുടെ ഡാറ്റ നമ്മൾ കണ്ടുപിടിക്കുക. ഒരാളെ തന്നിട്ട് മറ്റൊരാളുടെ ഡാറ്റയാണ് നമ്മൾ അതിൽ ആക്ച്വലി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് എടുക്കാനുള്ളൂ. അപ്പം നമുക്ക് ഇതിൽ ഒരു എക്സാമ്പിൾ എടുക്കാം. Consider the complete combustion of butane. Previous year integer type question ആണ്, JEEന്റെ ചോദ്യമാണ്. Consider the complete combustion of butane. The amount of butane utilized to produce 72 gram of water is. അയ്യോ, ഇവിടെ ഇക്വേഷൻ തന്നില്ല. ആക്ച്വൽ JEEക്ക് ഇക്വേഷൻ തന്നിരുന്നോ? തന്നിട്ടില്ല. ചില ഇക്വേഷൻസ് ക്വസ്റ്റ്യനിൽ തരൂല, വിച്ച് മീൻസ് ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയോ. ബ്യൂട്ടൈനിന്റെ കമ്പഷൻ ശ്രദ്ധിക്കുക. ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് 4 കാർബൺ CnH2n+2 ആണ്. 1 24 10. ഇതാണ് ബ്യൂട്ടൈൻ. ഹൈഡ്രോ കാർബണുകളെ ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് കിട്ടുക. ഇത് പഠിക്കണം നമ്മൾ. കാരണം ഒരിക്കലും ഇതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരില്ല. ബാലൻസ് 1 മോൾ. ഇപ്പൊ 4 കാർബൺ 4 CO2, 10 ഹൈഡ്രജൻ ലെഫ്റ്റിൽ. അപ്പൊ 5 H2 കൊടുക്കാം. ഓക്സിജൻ 1 4 4 24 8 ഓക്സിജൻ ഇവിടെയായി 5. 13 ഓക്സിജൻ ഇവിടെയുണ്ട്. ഞാനിവിടെ 13 നിട്ട 36, 13/2. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബാലൻസ്ഡ് ഇക്വേഷൻ. അതിങ്ങനെ എഴുതാം, പല രീതിയിൽ എഴുതാം. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക്. ചിലവരിങ്ങനെ എഴുതാം. 2C4H10 പ്ലസ് 13 O2. 2 വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതും ശരിയാണ്. എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഏതാണോ കംഫർട്ട് അത് എടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ബ്യൂട്ടൈനിന് ദി എമൗണ്ട് ഓഫ് ബ്യൂട്ടൈൻ യൂട്ടിലൈസ്ഡ് ടു പ്രൊഡ്യൂസ് 72 gram ഓഫ് വാട്ടർ. വെള്ളമാ തന്നെ. 72 gram വെള്ളം കിട്ടാൻ
എത്ര ബ്യൂട്ടൈൻ വേണം എന്നതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ റിലേഷൻ നോക്കണം. റിലേഷൻ 10 മോൾ H2O 2 മോൾ ബ്യൂട്ടൈനിനെ യൂസ് ചെയ്തു. അഥവാ 1 മോൾ H2O ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2/10 1/5 മോൾ ബ്യൂട്ടൈൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. 72 ഗ്രാം എന്ന് പറയുന്നത് എത്ര മോളാ? 72 ബൈ മാസ് ബൈ മോളാർ മാസ് എത്രയാ? 4 അല്ലേ? 4 മോൾ. അപ്പം 4 മോൾ വാട്ടർ ഉണ്ടെങ്കിൽ ഇൻറ്റു 4 ചെയ്താൽ മതി. 4/5 മോൾ ബ്യൂട്ടൈൻ ഉണ്ടാവും. അപ്പം ആൻസർ ആയി കഴിഞ്ഞു. പക്ഷെ നമുക്ക് മോളല്ല വേണ്ടത്, ഗ്രാമാ വേണ്ടത്. നമ്മൾ പെട്ടില്ല. അതിനെ മോളിനെ ഗ്രാമിലേക്ക് മാറ്റിയാൽ മതി. എടാ 72 ഗ്രാം വാട്ടർ എന്ന് പറയുന്നത് 4 മോൾ വാട്ടർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 4 മോൾ വാട്ടറിൽ നിന്ന് 4/5 മോൾ ബ്യൂട്ടൈൻ ആണ് നമുക്ക് കിട്ടുന്നതെന്നും തിരിച്ചറിഞ്ഞു. നമ്മൾ അതിനെ ഇനി ഗ്രാമിലേക്ക് മാറ്റിയാൽ മതി. സോ ദാറ്റ് ഈസ് 4/5 ഇൻറ്റു ബ്യൂട്ടൈനിൻ്റെ മാസ് എത്രയാ? 4 കാർബൺ എന്ന് പറയുന്നത് 12 ഇൻറ്റു 4, പിന്നെ 10 ഹൈഡ്രജൻ. 48 പ്ലസ് 10 എത്ര? 58 ബ്യൂട്ടൈനിൻ്റെ മാസ്. എടാ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 46 ആണോ വന്നിരിക്കുന്നത്? ലെറ്റ് us see. 1 5 5 1 5 3 ബാക്കി 5 6 30 1 4 28 2 ബാക്കി 24 2 ബാക്കി 4 5 6 4 64.4 ഗ്രാം. റൗണ്ട് ഓഫ് ചെയ്യണം. 64 അല്ല, തിരിച്ചാ വായിച്ചേ. 46.4 ഗ്രാം. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആൻസർ 46.4 ഗ്രാം ആണ്. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 4നെ നമുക്ക് ഒമിറ്റ് ചെയ്യാം. കാരണം എന്താ? 4 എന്ന് പറയുന്നത് 5നേക്കാളും കുറവായതുകൊണ്ട് 46 ഗ്രാം. 5നേക്കാളും കൂടുതലായിരുന്നുവെങ്കിൽ 47 എന്ന് റൗണ്ട് ഓഫ് ചെയ്ത് തന്നെ. അപ്പോൾ ഇവിടെ റൗണ്ട് ഓഫ് ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതാ പറഞ്ഞേ, അപ്രോക്സിമേറ്റ് ആൻസേഴ്സ് നിങ്ങൾ ഇൻറ്റിജറിൽ ചെയ്തിട്ട് കാര്യമില്ല. അത് നമുക്ക് നെഗറ്റീവ് മാർക്കിങ്ങേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ആക്യുറസിയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇവിടെ 46 എന്ന് മാത്രം എഴുതിയാൽ പോരാ, 46 ഗ്രാം ആണ്. പക്ഷെ ചോദ്യം 464 ഇൻറ്റു 10⁻⁻1 ഗ്രാം. ഗ്രാമിൽ എഴുതിയ ഉടനെ ഞാൻ 46 എന്ന് റൗണ്ട് ഓഫ് ചെയ്ത്, അപ്പോഴും അത് നെഗറ്റീവായി. ഇങ്ങനെയാണ് ചില സമയങ്ങളിൽ നമ്മൾ JEEക്ക് എനിക്ക് ആൻസർ കിട്ടി, ഞാൻ എഴുതി, പക്ഷെ എൻ്റെ മാർക്ക് കറക്റ്റ് അല്ല, അത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ബ്ലെയിം ചെയ്യും. അതിൽ അവസാനം നമ്മൾ 10⁻⁻1 ഗ്രാം ഉണ്ടല്ലോ. സോ യുവർ ആൻസർ വിൽ ബി 464 എന്ന് നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും എന്നുള്ളത്, എസ്പെഷ്യലി നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ലെറ്റ് us see this question. The moles of methane required to produce 81 gram of water after complete combustion is. ഇത് നമ്മൾ എങ്ങനെ പറയും? The moles of methane required to produce 81 gram of water after complete combustion. നേരത്തെ ബ്യൂട്ടൈനിന്റെ കമ്പഷൻ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചു, അടുത്ത ഷിഫ്റ്റിൽ ഇതേ മീഥൈനിന്റെ കമ്പഷൻ ചോദിച്ചു. മീഥൈനിന്റെ കമ്പഷൻ എഴുതൂ. മീഥൈനിന്റെ ഫോർമുല CH4. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ കൂടെ റിയാക്ട് ചെയ്യുകയാണ്. റിയാക്ട് ചെയ്ത് എന്തൊക്കെയാണ് കിട്ടുക? ഹൈഡ്രോ കാർബണുകൾ കത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. ബാലൻസ് ചെയ്യും. ഒരു കാർബൺ 4 ഹൈഡ്രജൻ ആക്കി. ഓക്സിജൻ 4 2 ബാലൻസ്ഡ് ആയി. എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? മോൾസ് ഓഫ് മീഥൈന് കിട്ടണം ടു പ്രൊഡ്യൂസ് 81 ഗ്രാം ഓഫ് വാട്ടർ. 81 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ നമ്പർ ഓഫ് മോൾസ്? മാസ് ബൈ മോളാർ മാസ് നമ്മൾ ചെയ്യുമ്പോൾ 81/18 മോളാണ് നമുക്ക് കിട്ടുക അല്ലേ? അപ്പം അത് എത്രയാ? അത് വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. അപ്പൊ എനിക്കിവിടെ 2 മോൾ H2O 1 മോൾ മീഥേനിനെ തരുന്നു. അപ്പോൾ 1 മോൾ H2O പകുതി മോൾ മീഥേനിനെ തരും. ഞാൻ എടുത്തിരിക്കുന്നത് 81/18 മോൾ H2O ആണെങ്കിൽ അതിൻ്റെ പകുതി 81/18ന്റെ പകുതി
അത്രയും മോൾ മീഥേനിന് തരും. മീഥേനിന്റെ മോളാ കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്യുന്നു. ഒരേ 12 7 72 ബാക്കി. അപ്പോൾ 72 നമ്മൾ പോകുമ്പോഴേക്ക് 8 9 ബാക്കി. സോ 90 ഉണ്ട്. പിന്നെ 3 ഒരേ 6 3 2 3 3 10 പോവില്ല. വീണ്ടും 2 പ്രാവശ്യം പോകുള്ളൂ. 72 ബാക്കി 8 ഉണ്ട്. 7 8 9 7 8 18 ബാക്കി. പിന്നെ അപ്പോൾ 150 5 പ്രാവശ്യം പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.25 മോൾ. വീണ്ടും നമ്മൾ നോക്കി, ഇതിനെ ഡയറക്റ്റ് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ചോദ്യം ഡാഷ് ഇൻറ്റു 10⁻² മോൾ എന്നാണ്. സോ ദിസ് ഈസ് 225 × 10⁻² മോൾ. യുവർ ആൻസർ ഷുഡ് ബി 225. Your answer should be 225. So that is your answer. അപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നതിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റ്, ഒരാളെ തന്നിട്ട് മറ്റൊരാളെ കണ്ടുപിടിക്കുന്ന ചോദ്യത്തിൽ ബാലൻസ്ഡ് ഇക്വേഷൻ നല്ലോണം നോക്കണം. അപ്പോൾ ഒരാളെ തന്നിട്ട് മറ്റേയാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ്സ് വെരി ഈസി. അതൊന്നുകിൽ ഇതേപോലെ നമ്പർ ഓഫ് മോൾസ് ആകാം, നേരത്തെ ചെയ്ത പോലെ ഗ്രാമിലാകാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇതിലെല്ലാം ബേസിക് ആയിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരാളെ തന്നിട്ട് വേറൊരാളെ കണ്ടുപിടിച്ചു. അതിനെയാണ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയാ. ഇതില് ചില സമയങ്ങളിൽ നമ്മൾ, ഇതാണ് ഈ മോൾ കോൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ലാസ്റ്റ് പോയിന്റ്. ചില കോൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ A+B ഗിവിങ് നേരത്തെ പറഞ്ഞല്ലോ, 2A + B ഗിവിങ് C. എന്നിട്ട് നേരത്തെ പറഞ്ഞു എൻ്റെ കയ്യിൽ 4 മോൾ A ഉണ്ടെങ്കിൽ എത്ര മോൾ C ഉണ്ട്. അപ്പോൾ വെരി ഈസി, അതിൻ്റെ പകുതി. ഒരാളെ തന്നിട്ട് മറ്റൊരാളെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ചില സമയങ്ങളിൽ 2 പേരെ തരും, അല്ലെങ്കിൽ 1 മോൾ B. ലെറ്റ് us say 2 പേരെ തന്നിട്ട് നിങ്ങളോട് എത്ര C ഉണ്ടെന്ന് ചോദിക്കുക. ഒരാളെ തന്നിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അതിന്റെ റിലേഷൻ വെച്ചിട്ട് പറയാം. പക്ഷെ 2 പേരെ തന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ചെക്ക്. ഈ 2 പേരിൽ ആരാ ആദ്യം തീരുക എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം ആദ്യം തീർന്നു പോകുന്നയാള് തീർന്നു കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ നടക്കൂല. റിയാക്ഷൻസ് നടക്കണമെങ്കിൽ 2 റിയാക്ടന്റുകളും മസ്റ്റാ. ഏതെങ്കിലും റിയാക്ടന്റ് കുറവാണെങ്കിൽ അത് ഉപയോഗിച്ച് തീർന്നു പോയല്ലോ. തീർന്നു പോയി കഴിഞ്ഞാൽ റിയാക്ഷൻ സ്റ്റോപ്പ് ആകും. അപ്പൊ റിയാക്ഷനെ സ്വാധീനിക്കുന്നത്, എത്ര പ്രോഡക്റ്റ് ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് എക്സസ് ആയിരിക്കുന്നയാളല്ല, ലിമിറ്റഡ് ആയിരിക്കുന്നയാളാ. ലിമിറ്റഡ് ആയിരിക്കുന്നയാൾ തീർന്നു പോയാൽ റിയാക്ഷൻ തീർന്നു, പ്രോഡക്റ്റ് കുറവേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം തീരുന്നയാളെ ലിമിറ്റിംഗ് റിയേജന്റ്, റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന, പ്രോഡക്റ്റിനെ ലിമിറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ എപ്പോഴും ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുക. അപ്പം നമ്മൾ ഈ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരാളെ നോക്കി പറയലല്ല. ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയുള്ള ഫസ്റ്റ് ടാസ്ക് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിച്ചിട്ട് ആ ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചിട്ട് പ്രോഡക്റ്റ് പറയുക. കേട്ടോ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇതിലല്ലടാ, മോൾ കോൺസെപ്റ്റിലല്ല, സൊല്യൂഷൻ ചാപ്റ്ററിലായിരിക്കും. കേട്ടോ? അപ്പൊ ആ ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റിനെ പറയാൻ പോകുന്നത്. അപ്പൊ 2 പേരെ തന്നാൽ അതിൽ ആരെ എടുക്കണമെന്ന് തീരുമാനിക്കണം. ലിമിറ്റിംഗ് റിയേജന്റ് എടുക്കുന്നു, അത് വെച്ചിട്ട് പറയുന്നു. ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി, ഹൗ ടു ചെക്ക് ലിമിറ്റിംഗ് റിയേജന്റ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷനിൽ വരുന്ന ഡാറ്റയുമായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ ഏതിനാണോ ചെറിയ വാല്യൂ അതായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാമേ. തന്നിരിക്കുന്ന ഡാറ്റ, ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 2A + B ഗിവിങ് C. എന്നിട്ട് ക്വസ്റ്റ്യൻ പറയുന്നു 4 മോൾ എയും 2 മോൾ 3 മോൾ ബിയുമാണ് നമ്മുടെ കയ്യിലുള്ളത്. എത്ര മോൾ സി കിട്ടുമെന്ന് പറയണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ലിമിറ്റിംഗ് റിയേജന്റിനെ ചെക്ക് ചെയ്യണം. ലിമിറ്റിംഗ് റിയേജന്റിനെ ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന ഡാറ്റ എഴുതുക. 4 മോൾ എ 3 മോൾ ബി, ഇതാണ് തന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള ഡാറ്റ. ബാലൻസ്ഡ് ഇക്വേഷൻ ഇതാണ്. അതിൽ എ 2 മോളാണല്ലേ.
ബാലൻസ്ഡ് ഇക്വേഷനിൽ ബി 1 മോളാണല്ലേ. അപ്പൊ തന്ന ഡാറ്റയെ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള ഡാറ്റയുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇത് എത്രയാ? ഇറ്റ്സ് 2. 4/2 2 ആ. ദിസ് ഈസ് 3. ഇതിലേതാ ചെറുത്? അതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ചെറിയ ആളെ ഐഡന്റിഫൈ ചെയ്ത് ലിമിറ്റിംഗ് റിയേജന്റ് പറയാം. അപ്പൊ തന്നിരിക്കുന്നത് മോൾസിലാണെങ്കിൽ മോൾസ് ബൈ ഇക്വേഷനിലുള്ള മോൾസ്. തന്നിരിക്കുന്നത് മാസ് ആണെങ്കിൽ തന്നിരിക്കുന്ന മാസ് ബൈ ഇക്വേഷനിൽ വരുന്ന മാസ്. അത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. എൻ്റെ കയ്യിൽ 10 മോൾ എയും അതുപോലെ 5 മോൾ ബിയും ഉണ്ട്. ഇതിലേതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് നോക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഡാറ്റ ആദ്യം എഴുതി 10 മോൾ എ ബൈ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള ഡാറ്റ അതെത്രയാ? 2 മോളാ. സോ ദിസ് ഈസ് ഈക്വൽ ടു 5. ബിയുടെ കേസിൽ തന്നിരിക്കുന്നത് 5 മോൾ ബൈ ഒരാൾ, ഇറ്റ് ഈസ് 5. അപ്പൊ നോ ലിമിറ്റിംഗ് റിയേജന്റ്. രണ്ടുപേർക്കും ഒരേ വാല്യൂ ആ. ലിമിറ്റിംഗ് റിയേജന്റ് ഇല്ല. ലിമിറ്റിംഗ് റിയേജന്റ് ഉണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് മാത്രമേ മറ്റേ ഡാറ്റ കണ്ടുപിടിക്കാൻ പാടുള്ളൂ. ഇതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴും ഒരാളെ തന്നിട്ട് ലിമിറ്റിംഗ് റിയേജന്റ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ചോദ്യം. ലെറ്റ് us see an example here. നമുക്കൊരു 1-2 എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ കുറച്ച് ഹോംവർക്കുകൾ തരും. ഇൻ ദ റിയാക്ഷൻ 4NH3 + 5O2 ഒരു റിയാക്ഷൻ തന്നു. നമുക്ക് റിയാക്ഷൻ നിർബന്ധമാണ്. 4 NH3യും 5 ഓക്സിജനും കൂടി ചേർന്ന് 4 NOയും 6 H2Oയും ഉണ്ടാകുന്നു. When 1 mole of ammonia and 1 mole of oxygen are made to react, എന്താണ് സംഭവിക്കുക? അപ്പൊ ആദ്യം ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കണേ. ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ഡാറ്റയെ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള ഡാറ്റയുമായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്നത് മോൾ ആയതുകൊണ്ട് ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള മോൾ വെച്ച് ഡിവൈഡ് ചെയ്തു കേട്ടോ. ഓക്കെ ആണോ? തന്നിരിക്കുന്നത് മാസ് ആണെങ്കിൽ ബാലൻസ്ഡ് ഇക്വേഷനിലെ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. 1/4ഉം 1/5 ഏതാ ചെറുത്? 1/4ഉം 1/5 എടുക്കുമ്പോൾ 1/4 എന്ന് പറയുന്നത് ഏതായിരിക്കും? നമുക്ക് 0.25 ആണ്. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. ഡിനോമിനേറ്റർ കൂടുമ്പോൾ ലിമിറ്റിംഗ് റിയേജന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി അല്ലേ? ലിമിറ്റിംഗ് റിയേജന്റിനെ ഐഡന്റിഫൈ ചെയ്ത് അത് വെച്ചിട്ട് പ്രോഡക്റ്റുകളെ നിങ്ങൾ പറയാം. അത്രയേ ഉള്ളൂ. ഇപ്പൊ ലിമിറ്റിംഗ് റിയേജന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതിലേതായിരിക്കും ശരിയാവുക? 1 mole of H2O is produced, 1 mole of NO is produced. അത് ഒരിക്കലും അല്ല. കാരണം all ammonia will be consumed, all oxygen will be consumed. ആദ്യം ഓപ്ഷൻസ് വായിക്കും. ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ എളുപ്പത്തിൽ കിട്ടും. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ അത് കൺസ്യൂം ചെയ്തു എന്നാണ്. ഇറ്റ് ഈസ് കൺസ്യൂംഡ്. ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്, അതായിരിക്കും ആദ്യം കൺസ്യൂം ചെയ്യപ്പെടുന്നത്. റെഡി? അപ്പൊ ഇങ്ങനെ ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. See the assertion reason question here. ഇത് നോക്കിയിട്ട് പറഞ്ഞേ. The reactant which is present in a larger amount limits the amount of product formed is called limiting reagent. ശരിയാണോ? The reagent which is present in larger amounts limits the amount of products. ഏറ്റവും കൂടുതൽ അളവിൽ പ്രസന്റ് ആയിരിക്കുന്ന ആളാണോ ലിമിറ്റിംഗ് റിയേജന്റ്? അല്ല, കുറഞ്ഞ അളവിലുള്ള ആളാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ലാർജർ എമൗണ്ടിലല്ലോ, കുറച്ചുള്ള ആളല്ലേ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ അത് തെറ്റാ. രണ്ടാമത്തത് എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോം ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി എമൗണ്ട് ഓഫ് റിയാക്ടന്റ് ടേക്കൻ. റിയാക്ടന്റിനനുസരിച്ചിട്ടല്ല പ്രോഡക്റ്റ്. അതെന്ത് പരിപാടിയാ? റിയാക്ടന്റിനനുസരിച്ചിട്ടല്ലേ പ്രോഡക്റ്റ്. കുറച്ച് റിയാക്ടന്റ് ആണെങ്കിൽ കുറച്ച് പ്രോഡക്റ്റ്, കുറേ റിയാക്ടൻസ് ഉണ്ടെങ്കിൽ കുറേ പ്രോഡക്റ്റ്. അതുകൊണ്ട് രണ്ടും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. രണ്ടും അതിൽ തെറ്റാന്ന് പറയാം. സോ ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിച്ചിട്ടേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. റെഡി? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. സീ ദ ക്വസ്റ്റ്യൻ ഹിയർ. പ്രീവിയസ് ഇയർ ചോദ്യം നമുക്ക് ഇവിടെ നോക്കാം. എന്താ നിങ്ങളുടെ ആൻസർ?
നൈട്രജൻ ആൻഡ് 3 ഹൈഡ്രജൻ ഗിവിംഗ് 2 NH3. അതിൽ നൈട്രജൻ 20 ഗ്രാമും ഹൈഡ്രജൻ 5 ഗ്രാമും എടുത്തിരിക്കുകയാണ്. കൺസിഡർ ദി അബോവ് റിയാക്ഷൻ ആൻഡ് ദ ലിമിറ്റിംഗ് റിയേജന്റ് ആൻഡ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് NH3 ഫോംഡ് ആണ് നമ്മൾ പറയേണ്ടത്. ലിമിറ്റിംഗ് റിയേജന്റും നമ്പർ ഓഫ് മോൾസ് ഓഫ് NH3 ഫോംഡും ആണ് നമ്മൾ ഇതിൽ പറയേണ്ടത്. സോ വാട്ട് ഡു യു ഗെറ്റ്? നമ്മളത് നോക്കുന്നു. തന്നിരിക്കുന്നതിൽ നോക്കിയ മാസാ തന്നിരിക്കുന്ന ഡാറ്റ 20 ഗ്രാം നൈട്രജനും 5 ഗ്രാം ഹൈഡ്രജനുമാണ്. നമ്മൾ അതിനെ ബാലൻസ്ഡ് ഇക്വേഷനിലെ ഡാറ്റ വെച്ച് ഡിവൈഡ് ചെയ്യണം. ബാലൻസ്ഡ് ഇക്വേഷനിൽ 1 മോൾ നൈട്രജൻ എന്ന് പറഞ്ഞാൽ 28 ഗ്രാമാണ്. 3 ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 6 ഗ്രാമാണ്. ഇതിലേതാ ചെറുത് എന്ന് നമ്മൾ നോക്കണം. 20/28 5/6. നമുക്ക് ഏതായിരിക്കും ചെറുത്? 20/28 എന്ന് പറയുന്ന 28 ഡിനോമിനേറ്റർ വലുതല്ലേ അല്ലേ? നമ്മൾ അതിൽ ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിക്കുന്നു. ഏതാണോ ലെസ് വാല്യൂ ദാറ്റ് ഈസ് യുവർ ലിമിറ്റിംഗ് റിയേജന്റ്. നൈട്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് നമുക്ക് മനസ്സിലായി. അതോടെ ഒരു ഓപ്ഷൻ, 2 ഓപ്ഷൻസ് തള്ളിക്കളയാം അല്ലേ? ഇനി ഇതിൽ ലിമിറ്റിംഗ് റിയേജന്റിനെ വെച്ച് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകളെ നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇപ്പം ലിമിറ്റിംഗ് റിയേജന്റ് നമുക്ക് ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി പ്രോഡക്റ്റുകളെ നമ്മൾ നോക്കണം. ബി അല്ലല്ലോ, ഹൈഡ്രജൻ അതിലെന്തായാലും വരുന്നില്ലല്ലോ. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജനെ വെച്ചിട്ട് നമ്മൾ നോക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് മാസ് ഈസ് 20 ബൈ മോളാർ മാസ്. നമ്മളത് ചെയ്യുന്നു. 20/28 നമുക്ക് ചെയ്യാം. മോൾസിലല്ലേ പറയേണ്ടത്. 200 എത്ര? 6 1 6 12 7 8 48 നമുക്ക് ചെയ്യാം അല്ലേ? $196 കിട്ടി. പിന്നെ 4 നമുക്കുള്ള 4 എന്തായാലും പോകുന്നില്ല, 0 ഇടാം. അപ്പോൾ 0.70 ഒക്കെ നമുക്ക് കിട്ടും. എന്തായാലും 0.71 മോൾസ് അത്രയാണ് നൈട്രജൻ ഉള്ളത്. എങ്കിൽ എത്ര അമോണിയ ഉണ്ടാകും എന്നുള്ളതാണ്. നൈട്രജൻ എത്രയാണോ അതിൻ്റെ ഇരട്ടി അമോണിയാണ്. അപ്പോൾ 0.7 മോളാണ് നൈട്രജൻ എങ്കിൽ അമോണിയ എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടി 1.42 ആണ്. സി അല്ലേ കിട്ടുക? സോ യു ഗെറ്റ് ദി ആൻസർ. ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ പ്രോബ്ലംസ് പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. നൈട്രജന്റെ ഇരട്ടി അമോണിയ കിട്ടുന്നുണ്ട്. സോ therefore this is your answer. റെഡി? അപ്പം നോക്കൂ, മോൾ കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മോൾ കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ: 1, നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുന്നു. നമ്പർ ഓഫ് മോൾസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറ്റംസ് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ വരാം. അപ്പം അറ്റോമിസിറ്റി അല്ലെങ്കിൽ ആറ്റംസ് കണ്ടുപിടിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ അതിനുശേഷം പെർസെൻറ്റേജ് കോമ്പോസിഷൻ, അതിന്ന് ഇൻഡിജർ ടൈപ്പ് ചോദ്യം വന്നു. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എൻ എലിമെന്റ് ഇൻ എ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആ എലിമെന്റിന്റെ അറ്റോമിക മാസ് ഇൻറ്റു എലിമെന്റിന്റെ നമ്പർ ബൈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് ഇൻറ്റു 100 ആണ്. അതിനുശേഷം എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിച്ചു. അത് സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. എംപെരിക്കൽ ഫോർമുല ഒരാളുടെ മോളിക്കുലാർ ഫോർമുല കിട്ടണമെങ്കിൽ എംപെരിക്കൽ ഫോർമുല ഇൻറ്റു മോളിക്കുലാർ മാസ് ബൈ എംപെരിക്കൽ ഫോർമുല മാസ് ചെയ്യണം. ചില സമയത്ത് മോളിക്കുലാർ മാസ് തരില്ല, പകരം വേപ്പർ ഡെൻസിറ്റിയാണ് തരിക. എങ്കിൽ മോളിക്കുലാർ മാസ് കാണാൻ 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി ചെയ്യണം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ട് എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ അറ്റോമിക മാസ് ചെയ്യുകയും അതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എംപെരിക്കൽ ഫോർമുല നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്പർ ഓഫ് മോൾസും ആറ്റംസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരാളെ തന്നിട്ട് മറ്റൊരാളെ കണ്ടുപിടിക്കുന്നു. അതിന് ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കിയാൽ മതി. ലിമിറ്റിംഗ് റിയേജന്റിൽ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നു. ഇതാണ്
മോൾ കോൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോഴേക്കും ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ മോൾ കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ മൊഡ്യൂൾ 1 ഒരു ഭാഗമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത റിഡോക്സ് റിയാക്ഷൻസ് വരുമ്പോഴേക്കും ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പറയും. കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കും. മാത്രമല്ല ലിമിറ്റിംഗ് റിയേജൻറ്റുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് കൂടി നമുക്കതിൽ ചെയ്തുകൊണ്ട്, കാരണം ഇപ്പം നമ്മുടെ സമയം ആയിട്ടുണ്ട്. ലിമിറ്റിംഗ് റിയേജൻറ്റ് നമ്മൾ പറഞ്ഞു, പക്ഷെ നമ്മളൊരു 2 ചോദ്യം കൂടി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്കിതിൽ ഹോംവർക്ക് ചോദ്യങ്ങളാണ്. നിങ്ങൾക്കൊരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്ന ഈ കോൺസെപ്റ്റുകൾ മുഴുവൻ കവർ ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയുള്ള 20-25 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഹോംവർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ വന്നിട്ടുണ്ട്, ഫോർമുല കണ്ടുപിടിക്കുന്ന ചോദ്യമുണ്ട്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ, ഫോർമുല, എംപെരിക്കൽ ഫോർമുല, നമ്മുടെ ഇൻഡിജർ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്, സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻ, ഇക്വേഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, പെർസെൻറ്റേജ് ഫോർമുല, ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ്, ഇൻഡിജർ ടൈപ്പ്, നമ്പർ ഓഫ് ആറ്റംസ്, എല്ലാ PYQs നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ വരുന്ന ഹോംവർക്ക് കൂടി നിങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ ഈ ചാപ്റ്ററിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടാം. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആ കീ ഹൈലൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കോൺസെപ്റ്റുകൾ മനസ്സിലായി എന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ ഉറപ്പുവരുത്തേണ്ടത്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ, പിന്നെ ആക്യുറസി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കെമിസ്ട്രി വളരെ ഈസി സ്കോറിംഗ് ആയിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് ഫോർ JEE മെയിൻ ആൻഡ് ദ കോൺസെപ്റ്റ്സ് ആർ വെരി സിമ്പിൾ. മാത്രമല്ല റെഡ്യൂസ്ഡ് സിലബസ് ആണ്, നമുക്ക് വാസ്റ്റ് സിലബസ് ആയിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളൂ. 20 നേരത്തെ 30 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പം നമുക്ക് 20 ചാപ്റ്ററുകളേ ഉള്ളൂ, അനലിറ്റിക്സ് പ്രാക്ടിക്കൽ കെമിസ്ട്രി കൂടി ഉൾപ്പെടുത്തിയാൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരേ പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരിക. ഓക്കെ, ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കതിൽ വരുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലുണ്ടാവണം. ആക്യുറസി, അതിൽ ഇൻഡിജർ ടൈപ്പ് ചോദ്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. കറക്റ്റ് വാല്യൂസും കറക്റ്റ് റൗണ്ടിങ് ഓഫ് ഫിഗേഴ്സും നമ്മൾ ചെയ്യുക. തന്നിരിക്കുന്ന ആ വാല്യൂസിനെ ഉൾപ്പെടുത്തി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ എനിവേ, ദിസ് ഈസ് അബൌട്ട് അവർ ഫസ്റ്റ് ക്ലാസ്, മൊഡ്യൂൾ 1 ആദ്യത്തെ ക്ലാസ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ റിഡോക്സ് റിയാക്ഷൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ റിഡോക്സ് റിയാക്ഷൻസ് ടൈപ്സ്, ബാലൻസിങ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളതിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് അവർ XPL ഫസ്റ്റ് ക്ലാസ് ടുഡേ. ഹോപ്പ് യു എൻജോയ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് വെൽ. Thank you everyone being part of this course, and have a wonderful time ahead. Thank you everyone. Wish you all the best and happy learning to all of you.